പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മളെ കാത്തതിനെ ദൈവത്തെ ബോധപ്പെടുത്തുന്നു. ഉപവസിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് വീണ്ടും ഒരു ദിവസം കൂടെ നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം നമുക്ക് തുണയായി ബലമായി ഇരിക്കുന്നതിനെ ഓർത്തിയും ദൈവത്തെ സ്തുതിക്കുന്നു. സോ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് അല്പനേരം വചനത്തിന്റെ ചിന്തകൾക്കായിട്ട് നമുക്ക് യൂദാ എഴുതിയ ലേഖനം അത് ഒരു അധ്യായമേ അതിൻ്റെ അകത്ത് അതിന്റെ 18-ാം വാക്യം നമുക്കത് ഒരുമിച്ച് വായിക്കാം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്തോത്രം. യാക്കോബിന്റെ സഹോദരനായ യൂദാ അപ്പോസ്തലൻ ഈ വചനങ്ങളും അതുപോലെ ഈ അധ്യായവും എഴുതുന്നത് ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ ഈ ലേഖനത്തിൽ സ്തോത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിശേഷിച്ച് നമ്മൾ ഇന്ന് വായിച്ചു വരുമ്പോൾ ഈ അധ്യായം ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി സഭ ഒരുങ്ങുകയും സഭ ഒരുക്കമുള്ളവരായി തീരണം. എന്നാൽ അതിന് മുന്നോടിയായിട്ട് ഇവിടെ നേരിടുന്ന ചില പ്രതിസന്ധികളെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. സഭ ഒരുക്കത്തോടുകൂടെ ആയിരിക്കണം. എന്നാൽ മറ്റു ചിലർ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുകയും ഇടർച്ച വരുത്തുകയും ചെയ്യുമെന്ന് വളരെ ശക്തമായ സ്തോത്രം നിർദ്ദേശം മുൻപോട്ട് വെക്കുന്ന ഒരു അധ്യായമാണ് നമ്മളിത് കാണുന്ന യൂദായുടെ ലേഖനം എന്ന് പറയുന്നത്. യൂദായുടെ ലേഖനത്തിന്റെ അകത്ത് നമ്മൾ അതിന്റെ ഈ വായിച്ച ഭാഗവും മറ്റ് ഭാഗങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ സ്തോത്രം അതിന്റെ മൂന്നാം വാക്യം അതിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഇവിടെ യൂദാ ഈ ലേഖനം എഴുതുമ്പോൾ വളരെ പ്രാധാന്യതയോടെ ഉയർത്തുന്ന ഒരു വിഷയം ഇവിടെ പറയുന്നത് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത്. അപ്പോൾ നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം, അവനിൽ നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മുടെ മേൽ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ നടുവിൽ ഓരോ ദൈവഭക്തനിലും വസിക്കുന്നത് അവനെ ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു 33 തിരുവയസ്സിൽ കാർമലിൽ തകർക്കപ്പെട്ട് അടക്കപ്പെട്ട് 3-ാം നാൾ മരണവാശങ്ങളെ അറുത്ത് പുത്രനാകുന്ന യേശു ക്രിസ്തു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തിരിച്ചു വരും, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്നാൽ നിങ്ങൾ എനിക്കായി കാത്തിരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഭാഗങ്ങളാണ് പ്രാധാന്യം അർഹിക്കുന്ന ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ മുതൽ അപ്പോസ്തോലിക ശുശ്രൂഷ, ദൈവസഭയുടെ ശുശ്രൂഷ ആരംഭിക്കുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. വിശേഷിച്ച് രക്ഷിക്കപ്പെടുന്നവരെ ദൈവസഭയോട് ചേർത്ത് കൊണ്ടുവരിക, അവരെ ഉപദേശിക്കുക, അവരെ വഴി നടത്തുക, അവരെ ആത്മാവിന്റെ നിറവോടെ നടത്തപ്പെടുവാൻ പ്രബോധിപ്പിച്ച് ഇടയ ശുശ്രൂഷ ചെയ്യേണ്ടതിനാൽ ആക്കി വെക്കുക. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷയാണ് ഇവിടെ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നു വരെയും ദൈവസഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ദൈവം ചിലരെ ബോധിച്ചവരെ ദൈവം അടുക്കൽ വിളിച്ച് അവരെ ദൈവം ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചു.
ഈ വലിയ ശുശ്രൂഷ സ്വർഗം ഫലമേൽപ്പിച്ചു. ആ ശുശ്രൂഷ ഇന്നും ദൈവമക്കൾ വിളിക്കപ്പെട്ട അഭിഷിക്തന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വിശുദ്ധന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം ആത്മാക്കളെ ദൈവരാജ്യത്തിനായി ഒരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് ദൈവസഭ ഇന്ന് വിശുദ്ധന്മാരാകുന്ന ശുശ്രൂഷകർ സ്വതന്ത്രം ഹല്ലേലൂയ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്തോത്രം ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, വിലയേറിയ വിശ്വാസമാണ് നമ്മൾ ഇന്ന് സ്തോത്രം ഹല്ലേലൂയ ഇന്ന് നമ്മൾ സ്തോത്രം കാണുവാൻ ഇടയായി തീർന്നത്. വിലയേറിയ വിശ്വാസം ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ് അവിടെ പറയുന്നത് സ്തോത്രം ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് സ്തോത്രം പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമായിരിക്കുന്നു എന്ന് യൂദയുടെ ഈ ലേഖനത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇത് ആർക്കാണ് എഴുതുന്നത്? സ്തോത്രം വിശ്വാസം ഫലമേൽപ്പിക്കപ്പെട്ടവരോടാണ് ഈ ലേഖനം സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്നവരോടാണ് ഈ ലേഖനം സംസാരിക്കുന്നത്. ഗ്രന്ഥകർത്താവായിരിക്കുന്ന യൂദ സംസാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്തോത്രം അത് ഈ ലേഖനങ്ങൾ നമ്മൾ വളരെ ആഴത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ സ്തോത്രം ഇതിന്റെ ഇടയിൽ ചിലർ കടന്നു വരുന്നുണ്ട്. സ്തോത്രം ചിലർ കടന്നു വന്ന് ദൈവകൃപയിൽ ഇരിക്കുന്നവരെ വഴിതെറ്റിക്കുവാൻ പ്രവർത്തിക്കുന്നു. ദൈവമക്കളായിരിക്കുന്നവരെ സ്തോത്രം കഷ്ടത്തിലേക്കും ക്ലേശത്തിലേക്കും വഴിതിരിച്ചു വിടുവാനായിട്ട് പ്രയത്നിക്കുന്നു എന്നുള്ള വിഷയങ്ങളെല്ലാം വളരെ ശക്തമായി ഇടപെടുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആമേൻ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യൂദയുടെ ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായം നമ്മൾ വായിച്ചു. അവിടെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മൾ 3 വായിച്ച് 4 മുതൽ ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെ നിൽക്കാം. നമുക്കവിടെ ആദ്യം ഈ അതിവിശുദ്ധ വിശ്വാസം പരമേൽപ്പിക്കപ്പെട്ടവരോടാണ് ഈ ലേഖനം സംസാരിക്കുന്നത്. അടുത്തത് സ്വന്തം യൂദ അപ്പോസ്തലൻ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ, അതായത് കർത്താവിന്റെ വിളിയെ അല്ലെങ്കിൽ സ്തോത്രം അഭിഷേകത്തെ, സ്വന്തം ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ അതിനെ വൃഥാവാക്കുവാൻ ചിലർ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല എന്ന് യൂദ പറയുമ്പോൾ സ്തോത്രം അതിന്റെ ഗൗരവം നാമും ഇന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. അവിടെ തിരിച്ചറിയണം, അവിടെ പറയുന്ന വാക്യം നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തികൾക്ക് ഹേതുവാക്കി. അപ്പോൾ ദുഷ്കാമ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അവിടെ തിരിച്ചറിയണം, ഇതുപോലുള്ള ലൈംഗികമായിട്ടുള്ള അശുദ്ധി നിറഞ്ഞ ചില പ്രവർത്തികളിലേക്ക് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മനുഷ്യന്റെ മനസ്സ് തിരിയുന്നത് പോലെ ദൈവത്തിന്റെ കൃപയെ ഇതുപോലെ മലിനമാക്കുവാൻ മനസ്സുള്ളവരും ദൈവകൃപയെ ഭയമില്ലാത്തവരും ദൈവകൃപയുടെ വിലയിൽ നിന്ന് ഗ്രഹിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരും ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ചില വ്യാജന്മാർ കടന്നു വരുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മൾ വായിച്ച നമ്മളുടെ കുറിവാക്യത്തിലേക്ക് വന്നാൽ നമ്മൾ അതിന്റെ 18-ാം വാക്യമാണ് നമ്മൾ വായിച്ച അന്ത്യകാലത്ത് ഭക്തികെട്ട കണ്ടോ. അപ്പൊ ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. അപ്പോൾ മനസ്സിലാക്കണം, പരിഹാസികൾ, ദൈവത്തെ പരിഹസിക്കുന്നവർ, ദൈവകൃപയെ പരിഹസിക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നവർ. അപ്പോൾ ഒന്നിനും ഭയമില്ലാതെ പരിഹാസികളായി സ്തോത്രം എന്തിനെയാണോ ഇവർ പരിഹസിക്കുന്നത്, എന്തിനെയാണോ ഇവർ സ്തോത്രം കാണുന്നത്, ഇതിനെ കുറിച്ചൊന്നും ഒരു തിരിച്ചറിവില്ലാതെ മുന്നേറുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയുള്ളവർ സഭയിൽ വരുമെന്നത് വ്യക്തമായി പറയുന്നു. വിശ്വാസത്തിൽ വന്നിട്ടും ആത്മീക കാര്യങ്ങളോട് പുച്ഛ മനോഭാവത്തോടുകൂടെ ഇരിക്കുക, ദൈവവേലക്കാക്കിയിരിക്കുന്നവരെ ക്ലേശിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, അവരുടെ വേലയെ ദൂഷിപ്പിക്കുക,
ഇതെല്ലാം ചെയ്യുന്നവർ സഭയിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭയെന്ന് പറഞ്ഞ വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. കെട്ടിടവും സംഘടനയല്ല സഭ. എന്നാൽ വിശുദ്ധന്മാർ കൂടി വരുന്ന ഇടങ്ങൾ, സംഘടനകളുണ്ട്, അവർ കൂട്ടായ്മകളുണ്ട്. പക്ഷേ വിശുദ്ധന്മാരാരോ അവരാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധന്മാർ കൂടി വരുമ്പോൾ അതിന്റെ ഇടയിൽ അശുദ്ധ സ്വഭാവത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഒട്ടും തന്നെ ഭാരമോ ഒട്ടും തന്നെ അതിൽ സ്വന്തം നാണവോ ഇല്ലാത്ത ഒത്തിരി പേർ കടന്നു വരുമെന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കാണുവാനിടയായിട്ട്. ആമേൻ. ആളത് ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ എന്തൊക്കെ ചെയ്യുന്നു? അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ അവൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അടുത്തത്, കണ്ട, അവർ ഭിന്നതയുണ്ടാക്കുന്നവർ. അവർക്ക് ആത്മാവിന്റെ ഐക്യത ഇഷ്ടമല്ല. വിശുദ്ധന്മാർ ഐക്യതയോടെ നടക്കുമ്പോൾ ഇവർക്ക് അസൂയുണ്ടാകും. ദൈവകൃപ പ്രാപിച്ചവർ ഒരുമിച്ച് നടക്കുമ്പോൾ ഇവർക്ക് അസൂയുണ്ടാകും. വരങ്ങളെ പ്രാപിച്ചവർ ദൈവപ്രവർത്തിക്കായിട്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് അസൂയുണ്ടാകും. കാര്യം ഇവരിൽ ദൈവത്തിന്റെ ഒരു കൃപയും പകർന്നിട്ടില്ലെന്നും ഇവർ ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഐക്യതയുള്ള ഇടത്തൊക്കെയും ഭിന്നത ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ കടന്നു വരുന്നവർ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവർ വരുമെന്ന് വളരെ വ്യക്തമായി യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കണം. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ. ശ്രദ്ധിക്കണം, സഭയ്ക്കകത്ത് പല വിഷയങ്ങൾ കൊണ്ട് ഭിന്നതയുണ്ട്. രാഷ്ട്രീയങ്ങളിൽ ഭിന്നത, ജാതീയ വ്യവസ്ഥയിൽ ഭിന്നത, പണത്തിന്റെ വിഷയത്തിൽ ഭിന്നത, അങ്ങനെ പല ഭിന്നതയുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, ഈ അതിവിശുദ്ധ വിശ്വാസം പ്രാപിച്ചിരിക്കുന്നവരുടെ വിശ്വാസത്തിന് ഇടർച്ച വരുത്തുവാൻ ഭിന്നതയുടെ ആത്മാവായിട്ട് കടന്നു വരുന്ന ചിലരുണ്ട്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശ്വാസം ഹേതുവായി സ്തോത്രം അവിടെ ഭിന്നതയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് യൂദ ഇവിടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് പല വിഷയത്തെ കുറിച്ചും പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകും. പക്ഷേ അതൊന്നും വിശ്വാസത്തെ ബാധിക്കാറില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വിശ്വാസത്തെ ബാധിക്കുന്ന ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഇന്ന് പകൽ നേരം നമ്മൾ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ പ്രതിയാണ്. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ഇവിടെ ഭിന്നത ഉണ്ടാക്കുന്നവർ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഭക്തി കെട്ട് നടക്കുന്നവരാണ്. അവർ ഭക്തി ഒരു വിഷയമല്ല. നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുകയും ദൈവത്തെ അടുത്തറിയുകയും ദൈവിക വിഷയങ്ങളിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇവർ കാതടച്ചിരിക്കും. ഇവർക്ക് അത് കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അവർക്ക് ആത്മീയ കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഭാരമായിരിക്കും. അവരതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇതാണ് അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം. അവർ ഭിന്നത ഉണ്ടാക്കുന്നവരാണ്. ഇവിടെ വചനം പറയുന്നത് അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. ആമേൻ. അടുത്തത് ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട്. അടുത്ത വാക്യം സ്വന്തം, അവർ ഭിന്നതയുണ്ട്. അപ്പോൾ ഈ ഭിന്നത ഉണ്ടാക്കാൻ വരുന്നവൻ പരിഹാസിയാണ്. മനസ്സിലാക്കണം, ദൈവമക്കളെ കാരണം കൂടാതെ പല വിഷയങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്നവൻ സഭയിലുണ്ടെങ്കിൽ അവനാണ് ഈ കാറ്റഗറിയിൽപ്പെട്ടവൻ. മനസ്സിലാകുന്നുണ്ടോ? കളന് വിശ്വാസത്തിൽ വന്ന് വർഷങ്ങളായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഒരു കള്ളച്ചിരി കണ്ടിട്ടുണ്ടോ? പരിഹാസികളുടെ ലക്ഷണമാണ്. കളന് ആത്മീയ കാര്യം പറയുമ്പോഴത്തേനും അതിന് നെറ്റി ചുളിക്കുകയും ഇതൊക്കെ എന്നതാന്ന് പറയുക പരിഹാസ ലക്ഷണമാണ്. അപ്പോൾ മനസ്സിലാക്കണം, അവരെ ചേർത്ത് പിടിക്കാനല്ല വചനം പറയുന്നത്, അവരെ സൂക്ഷിച്ചോളാനാ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ചില ഉപദേശങ്ങൾ പറയുന്നത് എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കണ്ടേ, എല്ലാരെയും നമ്മൾ ഉൾക്കൊള്ളണ്ടേ, എല്ലാരെയും നമ്മൾ പരിഗണിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ. അങ്ങനെ തിരുവെഴുത്ത് പറയുന്നില്ല. മനസ്സിലാക്കണം, അകറ്റി നിർത്തേണ്ടവരുമുണ്ട്, അടുത്തു വരേണ്ടവരുമുണ്ട്. മനസ്സിലാക്കണം, പരിഹാസികളുടെ സ്വഭാവം വളരെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അടുത്ത് വായിച്ചാട്ടെ. അപ്പോൾ മനസ്സിലാവും, പരിഹാസി മാത്രമല്ല ഭിന്നത ഉണ്ടാക്കണം. കാര്യം ഇവന് സഭയ്ക്കകത്ത് സ്ഥാനമില്ല, അല്ലെങ്കിൽ ആത്മീയരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നവന് സ്ഥാനമില്ല. അപ്പോൾ അടുത്തത് അവന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയും വിശുദ്ധന്മാരുടെ ഇടയിൽ ഒരു ഭിന്നത വരുത്തി അതിന്റെ നടുവിൽ ഇവനും പ്രവേശിക്കണം. ഇതിനായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, ഇതിനായിട്ട് സംസാരിക്കുന്നവരുണ്ട്, തമ്മിൽ ഭിന്നിപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്നൊരു സഭയ്ക്കകത്ത് വിശ്വാസികൾ ഉണ്ടെങ്കിൽ മിക്ക ഫോൺ കോളുകൾ തമ്മിൽ ചെയ്യുന്നത് എന്തിന്റെ വിഷയത്തിലായിരിക്കും?
ഒന്നേ പാസ്റ്ററുടെ കുറ്റം പറയാനാ, അല്ല മറ്റൊരു വിശ്വാസത്തെ കുറ്റം പറയാനാ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ തിരിച്ചറിയണം, ഇങ്ങനെ ഭിന്നതയുടെ ആത്മാവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആത്മാവ് സ്തോത്രം നമ്മുടെ ശരീരത്തിൽ കയറാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ലാതെയാണ് അനേകർ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയണം, പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അടുത്തത്, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. അടുത്തത് ശ്രദ്ധിക്കണം, ഇവരുടെ സ്വഭാവം, ഇവർ ഭിന്നത ഉണ്ടാക്കുന്നവരാണ്. നമ്മൾ ആദ്യം കേട്ടു. അടുത്ത ശ്രദ്ധിക്കണം, ഇവർ പ്രാകൃതന്മാരാണ്. പ്രാകൃത സ്വഭാവത്തിന് ഉടമയാണ് ഇവര്. ഹല്ലേലൂയ. പ്രാകൃത മനുഷ്യൻ ആത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ചില സഭകളുടെ അകത്ത് ചെന്ന വർഷങ്ങളായിട്ട് ഇങ്ങനെ വലിയൊരു എന്താ പറയുക, കോറി, വലിയൊരു പാറക്കൂട്ടം ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ്. എന്നാന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ യാതൊരു ചലനവും ഇല്ല. ഞാനൊക്കെ അതിശയിച്ചു, ഇവരൊക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്? ഇവർക്ക് ദൈവത്തെ ആവശ്യമില്ല, ഇവർക്കൊരു പ്രശ്നമില്ല, പ്രയാസം, ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. കാര്യം അവരെ ആഴത്തിൽ പരിശോധിച്ചിട്ടില്ല. ഇതുവരെ ദൈവിക ഇടപെടലൊന്നും വന്നിട്ടില്ല. അപ്പൊ ചോദിക്കും, ഇവർക്ക് ദൈവിക ഇടപെടലുമില്ല, ഇവർക്ക് പ്രശ്നങ്ങളുമില്ല, ഇവരിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണേ, ഇങ്ങനെയുള്ള പ്രാകൃതന്മാര് സഭയിൽ ഉണ്ടെന്ന് പറഞ്ഞേക്കുകയാണ്. ഹല്ലേലൂയ. അവര് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, അങ്ങനെ ഇരിക്കും. കാറ്റിന് കല്ല് പിടിച്ച് എന്താ പറഞ്ഞ, കല്ലിന് കാറ്റ് പിടിച്ചു പോലെ, സോറി, കല്ലിന് കാറ്റ്, കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ മുമ്പോട്ട് പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. അതിന് കാരണം ഇതാണ്, പ്രാകൃതന്മാർ സഭയിൽ വരുന്ന ഒരു സമയം. ആമേൻ. അടുത്തത് പ്രാകൃതന്മാർ. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, ആത്മാവില്ലാത്തവർ. ഏതാത്മാവ്? മനുഷ്യാത്മാവിന്റെ കാര്യമല്ല, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവില്ലാത്ത അവസ്ഥ, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യാത്ത അവസ്ഥ സഭയ്ക്കകത്ത് വലിയ ഇടർച്ചയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക സഭയ്ക്കകത്തും ഈ കലക്കം ഉണ്ടാക്കുന്നവരെ പരിശോധിച്ച ഇവരൊന്നും അഭിഷേകമില്ല. വർഷങ്ങളായിട്ടിരിക്കും. അവൻ കമ്മിറ്റിക്കകത്ത് ചാടിക്കയറും, എല്ലാ സംഘടനയ്ക്കകത്തും കാര്യം കാണും, എല്ലാ കാര്യം നടക്കുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കും. തെറ്റിദ്ധരിക്കുന്നത് അവൻ ആത്മീയനാണെന്ന്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടാൽ ഒരിക്കലും നമ്മൾ വിധി എഴുതല്ലേ അവൻ ആത്മീയനാണെന്ന്. ഇവിടെ ആത്മാവില്ലാത്തവരും ഇത് ചെയ്യുമെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചില ദൈവദാസന്മാർ പറയുന്നുണ്ട്, ഇങ്ങനെ ആത്മാവില്ലാത്തവന് വല്ലാതെ എൻകറേജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കരമാണോ ബ്രദർ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആത്മാവുണ്ടോ? പരിശുദ്ധാത്മാവുണ്ട്. ഈ പറയുന്നവരിൽ പരിശുദ്ധാത്മാവുണ്ടോ? അതൊന്ന് ചിന്തിക്കണം കേട്ടോ. ഇന്ന് അനേക ആത്മാവിന്റെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരുടെ എണ്ണം സഭയ്ക്കകത്ത് കൂടി വരികയാണ്. ആത്മീയർ പുറത്താകുന്ന അനുഭവത്തിലും ആത്മീയർ ഭാരപ്പെടുന്ന അനുഭവത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അനേകർക്ക് ഒരു പ്രശ്നമല്ല ഇന്ന്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. എന്താണ് അവിടെ വായിക്കുന്നത്? അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. അടുത്തത് പ്രാകൃതന്മാർ. അടുത്ത വാക്യം ആത്മാവില്ലാത്തവർ. ഈ മൂന്ന് കാറ്റഗറി തമ്മിൽ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഒരു ഗുണമില്ലാതെ ഇങ്ങനെ വന്നു പോകുന്നത് അറിയാമോ? അഭിഷേകമില്ല. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഭിന്നത ഉണ്ടാക്കാനും കർത്തത ഉണ്ടാക്കാനും കലക്കം ഉണ്ടാക്കാനും പോകത്തില്ല. കാര്യം അവനിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാ. ദൈവാത്മാവ് ഭിന്നതയുടെ ആത്മാവല്ല. എന്നാൽ സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്ന വ്യക്തികൾ പല വിധത്തിലുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഭിന്നത ഉണ്ടാക്കുന്നവനാണ് അവനിൽ ആത്മാവില്ലെന്ന് കൂടെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവില്ല. ഒരിക്കൽ ഒരു സഹോദരൻ, ഞാനിങ്ങനെ വചനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരോട് പറഞ്ഞ കാര്യം, ഇത്രയും കട്ടിയായിട്ട് കാര്യം പറയേണ്ടതുണ്ടോ? ഞാൻ പറയട്ടെ, തിരുവെഴുത്ത് ഒരിടത്തും ഒരു എക്സ്ക്യൂസും കൊടുത്തിട്ടില്ലല്ലോ. തിരുവെഴുത്ത് ഒരിടത്തും ആർക്കും വേണ്ടി സ്വതം ഒന്ന് കൂഞ്ഞി, ഒന്ന് താണ്, ഒന്ന് വീണ്, ഒന്ന് വിധേയപ്പെട്ട് കൊടുത്ത ഒരു രംഗവും ഇല്ലല്ലോ. പിന്നെ എന്തിനാ അത് പ്രസംഗിക്കുന്നവൻ അങ്ങനെയൊക്കെ ചെയ്യണം? മനസ്സിലാക്കണേ, പിശാച് പല രൂപത്തിലാ വരുന്നത്. വിശേഷിച്ച് ദൈവദാസന്മാരെ കലക്കാനാ പിശാച് വന്നുകൊണ്ടിരിക്കുന്നത്. അഭിഷേകമുള്ളവൻ വിളിയുള്ളവനും ദൈവകാര്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നവരുടെ കാര്യം പറയുന്നത്. അല്ലാത്ത ഒത്തിരി പേരുണ്ട്, വിളി പോലും ഇല്ലാത്തവരുണ്ട്. ദൈവമേന്ന് വിളിച്ചിട്ട് ഇറങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ദൈവം വിളിച്ചിറക്കിയവരും ദൈവമേന്ന് വിളിച്ചിറങ്ങിയവരും ഉണ്ട്. കുറെ എണ്ണം അങ്ങനെയാ. ദൈവത്തെ വിളിച്ചത് ഞാൻ ഇറങ്ങുക കർത്താവെന്നും പറഞ്ഞ് ഇറങ്ങുന്നവരുണ്ട്. എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ കുറെ കഴിയുമ്പോൾ യൂദയുടെ ലേഖനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളിലേക്ക് കയറി വരും. ഇവിടെ ഭിന്നതയുടെ ആത്മാവ് കയറി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളോട് ശ്രദ്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യൂദയുടെ ലേഖനം ഇത്ര ശക്തമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ലേഖനങ്ങളിൽ നമ്മൾ കടന്നു വരുമ്പോൾ
കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സഭയിൽ നടമാടുന്ന വിഷയങ്ങളെ ശക്തമായി ഉദ്ധരിക്കുകയാണ് ലേഖനങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്താണ് സഭയ്ക്കകത്ത് നടക്കുക, അത് വളരെ ശക്തമായി അത് പ്രതിപാദിക്കണം. അതാണ് ലേഖനങ്ങളുടെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഉദ്ദേശം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ലേഖനത്തില് നമ്മളോട് വായിച്ചു 18-ാം വാക്യത്തിന്റെ നമ്മൾ വായിച്ചു. അവിടെ എന്തൊക്കെയാണ്? ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, അല്ലേ? ആ ഭാഗമാക്കി ഈ 3 കാറ്റഗറിയിൽ ഈ 3 വിധത്തിൽപ്പെട്ടവരും ഈ ഗുണങ്ങൾ ഓരോന്നും പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ അതിന്റെ നമ്മൾ വായിച്ച 4-ാം വാക്യമാണ്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും അപ്പൊ ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് കർത്താവിനെ നിഷേധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. സഭയിലെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എനിക്ക് കർത്താവിനെ കാണണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇനിമേൽ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാതെ ദൈവമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്നുണ്ട്. അത് ശരിയാ, അല്ലേ? എന്നാൽ മനസ്സിലാക്കണം, നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളെ സ്വന്തം അനുസരിക്കാതിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ നിഷേധിക്കൽ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിഷേധിക്കുക എന്നുള്ള പദത്തിന്റെ അകത്ത് ആഴമുള്ള പല കാര്യങ്ങൾ കിടപ്പുണ്ട്, അല്ലേ? അവിടെ വായിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തി ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ നുഴഞ്ഞു വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ അഭക്തരായ മനുഷ്യർ, അല്ലെങ്കിൽ അവിടെ പറയുന്ന കർത്താവായ യേശുവിനെ നിഷേധിക്കുന്ന അഭക്തർ കടന്നു വന്നു കഴിയുമ്പോൾ ഇവർ നുഴഞ്ഞു വന്ന് ഇവരുടെ പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുന്നത് വിശുദ്ധന്മാരുടെ ഇടയിലാണ്. വിശുദ്ധന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവർ ദൈവത്തോട് മനസാക്ഷിയിൽ അവരെ ആരാധിക്കുന്നവരാണ് വിശുദ്ധന്മാർ. അവരുടെ ജീവിതത്തിൽ സത്യവും നീതിയും നിർമ്മലതയും എല്ലാ സൽഗുണങ്ങളും അവരുടെ ജീവിതത്തിൽ കാണും. അവർ ദൈവസന്നിധിയിൽ തെറ്റിപ്പോയാൽ, ഏതെങ്കിലും വിഷയത്തിൽ അവർ ഒരു ക്രമീകരണം വരേണ്ടതോ തെറ്റിപ്പോകേണ്ടതോ വിഷയം വന്നു കഴിഞ്ഞാൽ അവർ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്രമീകരണത്തിലേക്ക് വരും. ഇതാണ് വിശുദ്ധന്മാരുടെ പ്രത്യേകത. പക്ഷേ ഈ പറയപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാരും ദൈവത്തോടൊരു ബന്ധവും പുലർത്തുകയില്ല. കാര്യം, ഭക്തന്മാര് തമ്മിൽ ഇപ്പോൾ ഒരു വിശുദ്ധൻ അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളോ കഷ്ടങ്ങളോ വരുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പറയുന്ന കാര്യം, എന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്നെ നടത്തുന്ന വ്യക്തിയെ ദൈവം നീ സന്ദർശിക്കുവാനാണ് പറയുന്നത്, അല്ല കർത്താവ് നീ ഇടപെടുവാനാണ് പറയുന്നത്. അവൻ പൂർണ്ണമായ ആശ്രയം ദൈവത്തിലായിരിക്കും. മറ്റൊരു വിശുദ്ധന്റെ വിഷയത്തിൽ ഇടപെടുമ്പോഴും ദൈവഭക്തിയിലായിരിക്കും ഇടപെടുന്നത്. പക്ഷേ ഈ അഭക്തരാകുന്ന മനുഷ്യർ കടന്നു വരുമ്പോൾ ഇവർക്ക് ഒന്നിനെ കുറിച്ചും ലജ്ജയില്ലെന്ന് മനസ്സിലാക്കണം, ഒന്നിലും ഭയമില്ലെന്ന് മനസ്സിലാക്കണം. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളത്. ഒരു പേടിയില്ല, ഒരു ഭയവുമില്ല, വായി പ്രാർത്ഥനയില്ല, ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിയില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവരെന്തിനാ വന്ന് നിൽക്കുന്നതെന്നറിയാം? ആരെങ്കിലും ഇവന്റെ തലയിൽ ലൈസൻസ് ഒട്ടിക്കണം, ഇവൻ ഭക്തനാണെന്ന് പറയണം, പ്രാർത്ഥനക്കാരനാണെന്ന് പറയണം. എനിക്കറിയാം, ചിലരുടെയൊക്കെ വിവാഹത്തിന് കടന്നു ചെല്ലുമ്പോ ആ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങള് ജീവിതത്തിൽ എല്ലാ ദുർനടപ്പും കാണും, എല്ലാ അശുദ്ധിയും കാണും, എല്ലാ വിധത്തിലും സാക്ഷ്യം നഷ്ടപ്പെട്ടവരായിരിക്കും. പക്ഷേ സേജകരോ പാസ്റ്റർമാരോ അവനിട്ട് വൈദ്യവാഷി ചെയ്ത് കണ്ടിട്ടുണ്ടോ ഒത്തിരി പേര്? ഇതുപോലെ നല്ല മനുഷ്യനില്ല, അല്ലേ? ഹല്ലേലൂയ. ജീവനോടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യർക്കും പണിയും കെണിയും വെച്ച് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പാസ്റ്റർമാർ എഴുന്നേറ്റ് അവനെ കൊണ്ട് സാക്ഷ്യം പറയുന്നത് കണ്ടിട്ടുണ്ടോ? പെട്ടിക്കകത്ത് കിടക്കുന്നത് വേറെ ശവമാണോ നോക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. കാരണം എന്നാ? ഇങ്ങനെയുള്ളവർ കടന്നു വരുമ്പോൾ അവനെ അവിടെ പിടിച്ചു നിർത്താനല്ല നോക്കേണ്ടത്. വിശുദ്ധന്മാരുടെ വിശുദ്ധിയും അവരിലെ വലിയ വിശ്വാസം, വിലയേറിയ വിശ്വാസവും കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഔട്ടാക്കേണ്ടവനെ ഔട്ടാക്കിയേ മതിയാകത്തുള്ളൂ. ഇന്ന് സഭകൾ തളർന്നു കിടക്കുന്നത് അവിടെയാണ്. എല്ലാ ചവറും അകത്ത് കയറിയിരിക്കുന്നു. അവനൊരു മാറ്റമില്ല. അവനെ ഇറക്കി വിടുവാൻ ദൈവവചനം പറയുന്നുണ്ട്. പക്ഷെ ഇറക്കി വിട്ടാൽ സംഘടന സമ്മതിക്കുന്നില്ല. പക്ഷെ ആ നിലപാടുകൾ ബലി കൊടുക്കുന്നത് വിശുദ്ധന്റെ ജീവിതത്തെ ആയിരിക്കും. മനസ്സിലാക്കണം. ദൈവകൃപയിൽ ഇരിക്കുന്നവന്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആത്മീകം കാത്തു സൂക്ഷിക്കുന്നവന്
സ്വതന്ത്രം, അവനാണ് ഇടർച്ച. പിന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. എല്ലാവർക്കും അങ്ങോട്ട് ഇത് ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ലേബലൊട്ടിക്ക്. എല്ലാവരും വിശുദ്ധന്മാരാണ്, എല്ലാവരും നല്ലവരാണ്. അങ്ങനെ അപ്പോസ്തലന്മാരാരും പറയുന്നില്ല. 1-ാം നൂറ്റാണ്ടിലില്ലായിരുന്നു, പിന്നെ ഇപ്പോഴുണ്ടോ? ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലില്ലായിരുന്നു. 12 പേരിൽ ഒരുത്തം ഭൂതമായിരുന്നു. സാത്താൻ കയറിയവനാ കൂടെ ഇരുന്ന പന്തിയിലിരുന്ന് യൂദ. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തില്ല. എല്ലാവരും നല്ലവരാ, അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ തള്ളി പറയില്ല, അത് നിങ്ങൾ ആരും എന്നെ ഉപേക്ഷിക്കില്ല എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. ഉള്ളതുപോലെ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് പറഞ്ഞു. യൂദ അടങ്ങിയില്ല. അതാണ് ഈ പറഞ്ഞ ഭിന്നത ഉണ്ടാക്കുന്ന പ്രാകൃത മനുഷ്യൻ. ആത്മാവില്ലാത്തവന്റെ ലക്ഷണം കൂടത്തിലിരിക്കും. ദൂത് കേട്ടാലും അനക്കം വരത്തില്ല, ചത്തുപോയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. വായിച്ചേ. സ്തോത്രം. 4-ാം വാക്യം മുതൽ വായിച്ചു. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇങ്ങനെ നുഴഞ്ഞു വരുന്നവർക്കുള്ള ശിക്ഷാവിധി ഉണ്ട്. അവർ ഫലം പുറപ്പെടുവിക്കാതെ ജീവിക്കുന്നവരാണ്. അവർക്ക് ശിക്ഷയുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. അവർക്ക് ശിക്ഷ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യത്തില്ല ഈ വിഷയത്തിൽ നിന്ന്. ആമേൻ. ആരും ഇന്ന് എസ്കേപ്പ് ചെയ്യത്തുമില്ല. ഇത് കർത്താവാണ് പറഞ്ഞതെങ്കിൽ അത് അതുപോലെ സംഭവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത് അവർക്ക് സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു. അടുത്തത് സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങളോ എന്ന് പറയുന്ന വിശുദ്ധന്മാരെ കുറിച്ചാണ്. ഇവരെ തിരിച്ചറിയണം, ഇവരെ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവർ ഇതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ കൺവെൻഷൻ സ്റ്റേജുകളാകട്ടെ, ആത്മീയ കോളത്തിൽ പലയിടത്തും വരുമ്പോൾ നമ്മൾക്കെല്ലാം വർഷിപ്പുണ്ട്, കൊയർ ടീമുണ്ട്. എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട് അതിനകത്ത്? ഹല്ലേലൂയ. മുറിവീടി വലിച്ചവരും മിണ്ടാതെ അനങ്ങാതെ വന്നിരുന്ന് കാശ് കിട്ടുമല്ലോ എന്ന് വെച്ച് സ്റ്റേജിൽ കയറുന്നവരുണ്ട്. അഭിഷേകമില്ലാത്തവരും സ്വതന്ത്രം വിശുദ്ധന്മാർ ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ മൈക്ക് താഴെ വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. പലയിടത്തും വിശുദ്ധന്മാര് പുറകിലും ഈ സകല മ്ലേച്ഛത പ്രവർത്തിക്കുന്നതിന് മുൻപന്തിയിൽ ഇരിക്കുന്ന ഇടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുത്തരിൽ പോലും ദൈവാത്മാവില്ലാത്തവന്മാർ. ഈ പ്രകടനങ്ങളെ ഉള്ളൂ, പുറത്ത് അഭിഷേകമില്ല. സംസാരം അതിന്റെ ആ ഒരു റൂട്ടൊക്കെ കാണിക്കുന്നത് കണ്ടാൽ നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകും. പക്ഷെ തിരിച്ചറിയണം, ഇതുപോലെയുള്ളവർ വരുമെന്ന് ഇവിടെ അപ്പോസ്തലൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവോടുകൂടെ ഇത് വെളിപ്പെടുകയാണ്. അവിടെ വായിക്കുന്ന ഭാഗം നമുക്കൊന്നും കൂടെ വായിക്കാം. അവിടെ പറയുന്നു സ്വതന്ത്രം, അവിടെ പറയുന്നത് സ്വതന്ത്രം, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഇസ്രായേൽ മക്കളെ കോട്ട് ചെയ്താണ് യൂദ ഇവിടെ ചരിത്രം പറയുന്നത്. വിശ്വസിക്കാത്തവരെ എല്ലാരെയും കൂടെ ഒരുമിച്ച് അവിടെ നിന്ന് രക്ഷിച്ചു. എവിടെ നിന്ന് രക്ഷിച്ചു? മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു. അടുത്തത് വിശ്വസിക്കാത്തവരെ പിന്നത്തേതില് കണ്ടോ? അപ്പോൾ കർത്താവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ വിശ്വാസ മാർഗമാണ്. അതിൽ ഭക്തിയുണ്ട്, അഭിഷേകമുണ്ട്, ദൈവകൃപയുണ്ട്, ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയും ഇതെല്ലാം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവനാണ് ദൈവമകൻ, ദൈവസഭ, വിശ്വസിക്കുന്നവൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അനുഭവം ഇല്ലെങ്കിൽ ഇവിടെ പറയുന്നു ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാ സാക്ഷ്യം മിസ്രയീമിൽ നിന്നുള്ള വിടുതലാണ് സാക്ഷ്യം. വാഗ്ദത്ത കനാൻ പ്രവേശിച്ച സാക്ഷ്യം പലരും പറയാറില്ല. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച്
ദൈവകൃപയിൽ ഇന്നും ജീവിക്കുന്ന ആ കനാന്റെ അനുഭവം പറയാറില്ല. അതെന്താ? നിത്യമായ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത് സ്വർഗത്തിലാണ്. പക്ഷെ അത് പോരല്ലോ. ഇന്ന് ജയകരമായി ജീവിക്കുന്നതിനെ കുറിച്ച് മിണ്ടാതെ ഇരിക്കുന്നവരുണ്ടെങ്കിലോ, ഹല്ലേലൂയ, അത് വളരെ വലിയ അപകടം തന്നെയാണ്. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വായിച്ചേ. കണ്ടോ, അവിടെ ഈ ഭാഗങ്ങൾ ഞാൻ പിന്നെ എടുക്കാം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് ഈ ഭാഗം എടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിട്ടാണ് ഇന്ന് പകർന്നേരം ഞാൻ വീണ്ടും ഈ ഭാഗം എടുക്കുന്നത്. കാരണം ഇത് വളരെ ആഴത്തിൽ എത്ര പ്രസംഗിച്ചാലും വീണ്ടും വീണ്ടും ഇതിന്റെ അകത്തെ മർമ്മങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. കാര്യം ഈ പ്രതിസന്ധി ഇന്ന് സഭകളുടെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. അഭിഷേകമില്ലാത്തവൻ, ആത്മാവില്ലാത്തവൻ, അല്ലെങ്കിൽ പ്രാകൃത സ്വഭാവത്തിൽ നടക്കുന്നവൻ ഇവനെ ആടുകളെ നടത്തുന്നത് പോലെ ചെന്നായെ നടത്തേണ്ടതുപോലുള്ള അവസ്ഥ. ഒന്ന് ചിന്തിച്ചേ. ആടുകളെ നടത്താൻ ഇടയെന്നറിയാം, ചെന്നായെ നടത്താൻ പറ്റത്തില്ല. അവൻ വന്നത് മറ്റൊരു ഉദ്ദേശത്തിനാണ്. അത് കടിച്ചു കീറുവാനാ വരുന്നത്. ആടുകളെ ചിന്തിക്കളയുന്ന കൊടിയ ചെന്നായ്ക്കൾ വരുമെന്ന് ശുശ്രൂഷ ഗണത്തിൽപ്പെട്ടവരോട് പറയുമ്പോൾ തന്നെ തന്റെ ആടുകളല്ലാതെ ആടുകളുടെ വേഷം കൊണ്ടുവരുന്ന ചെന്നായുണ്ട്, ഇടയന്റെ റോളിലേക്ക് വരുന്ന ചെന്നായുണ്ട്, ആടിന്റെ റോളിൽ വരുന്ന ചെന്നായുണ്ട്. അല്ലേ? ഇടയന്റെ റോളിൽ വരുന്ന ചെന്നായുണ്ട്, ആടിന്റെ റോളിൽ വരുന്ന ചെന്നായുണ്ട്. ആടിന്റെ റോളിൽ വരുന്ന ചെന്നായ ഇടയിൽ ഇങ്ങനെ പാത്തിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അവനെ പുറത്ത് കളയേണ്ട ഉദ്ദേശമാണ്, അല്ലെ അവനെ പുറത്ത് കളയേണ്ട വലിയ ഒരു ദൗത്യത്തിലാണെന്ന് സഭയായിരിക്കുന്നത്. ആടല്ലാതെ അകത്തു പ്രവേശിച്ചത്, ദൈവമക്കളല്ലാതെ അകത്തു പ്രവേശിച്ചത്, ഫലം പുറപ്പെടുവിക്കാത്തതിന്. ഹല്ലേലൂയ. ഇത് രണ്ട് സ്റ്റേജിലുമുണ്ട്. ശുശ്രൂഷകളുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ദൈവമേന്ന് വിളിച്ചിറങ്ങിയത്, ദൈവം വിളിച്ചിറക്കി വേലക്കാക്കിയിരിക്കുന്നവരുണ്ട്. ദൈവമേന്ന് വിളിച്ചിട്ട് ഒരു വരവും ഇല്ലാതെ വെറും വേസ്റ്റുകളായിട്ട് നിൽക്കുന്നവരുണ്ട്. ദൈവം വിളിച്ചാണ് ദൈവത്തിന്റെ അരുളപ്പാടുകൾ കാണാം കേട്ടോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ദൈവം വിളിച്ചാൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവന്റെ നാവിൽ നൽകിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ല കേറുന്നത് ഭാര്യയുടെ കഴിഞ്ഞ ആഴ്ചത്തെ നടപ്പും മക്കളുടെ കാര്യവും അളിയന്റെ കാര്യവും കൂട്ടുകാരുടെ കാര്യവും പറയാൻ സ്റ്റേജ് പുൽപ്പിച്ച് ഉപയോഗിക്കുന്നവന്റെ കാര്യമല്ല. അവൻ അവസാനം ഞാൻ പലരുടെ പ്രസംഗം കാണുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നിപ്പോകും. ദൈവജനമേ, കാര്യം പലരും സ്റ്റേജിൽ കയറി പുൽപ്പിച്ച് ഉപയോഗിക്കുന്ന അത് ആദ്യത്തെ കുറെ കാര്യം തന്റെ ഭാര്യയുടെ മഹത്വത്തെ കുറിച്ച് പറയും, പിന്നെ മക്കളുടെ മഹത്വത്തെ കുറിച്ച് പറയും, പിന്നെ തന്റെ മഹത്വത്തെ കുറിച്ച് പറയും, പിന്നെ അവനും മറ്റൊരു വാസ്തുവായിട്ടുള്ള കമ്പാരിസണിലേക്ക് വരും. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം കിട്ടുന്ന ഒരു 10 മിനിറ്റ് ആണ് നമുക്ക്. എന്നിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. എന്നിട്ട് വാക്യം എടുത്ത് ഞാൻ ഇന്ന് അധികം വിശദീകരിക്കുന്നില്ല ദൈവജനം, നമുക്ക് ഇന്ന് സമയമില്ല. ശരിയാ, ഇങ്ങനെ സമയമില്ലാതെ പോകാൻ തൊട്ട് കുറെ വർഷങ്ങളായി. മനസ്സിലായ? കാരണം എന്നാ? വിളിച്ചിട്ടില്ല ദൈവം. ഞാനൊരു സഭയിൽ ചെന്നപ്പോ ഞാൻ കണ്ട ഒരു കാര്യമാണ്. അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ചിലരുടെ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്നൊരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാ. പാസ്റ്റർ എന്ന് പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് ഇവിടെ ആരും പറഞ്ഞു തരാനില്ല. അപ്പൊ പിന്നെ ഇവിടെ എന്നും വിടുതലേ ഉള്ളൂ. ഭയങ്കര വിടുതല. എന്ന് 365 ദിവസം വിടുതല. വിടുതല എത്ര വിടുതൽ കിട്ടിയിട്ടും ആ കയ്യിലെണ്ണാന്ന് 2-3 അല്ലാതെ വിടുതൽ കിട്ടി ഒരെണ്ണം വേറെ ഒന്നുമില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്ന കുറെ പേരെ എന്നെ ഞാൻ കാണാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ലേ? ഒന്നും പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾക്കൊന്നും അറിയാൻ മേല. പിന്നെ നിങ്ങൾ എന്നാ? പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവദാസൻ സ്വതന്ത്രം ഭൂതങ്ങളെ വിടുവിക്കും, ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കും. എത്ര നാളായി? കുറെ നാളായി. ഈ പോയ ഭൂതമൊക്കെ വീണ്ടും കയറി വന്നിട്ട് വീണ്ടും വരും. അപ്പൊ പിന്നെ ഒരു മണി ചെയിൻ പോലെ ഇങ്ങനെ പൈസ കിട്ടുന്ന ഇടയാവും. മനസ്സിലാവുന്നില്ല? പോയ ഭൂതവും ഇങ്ങനെയും കൂടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. നീ പോയി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കയറണം, വീട് കൂടുക, എല്ലാം കൂടെ ഇളക്കി മറിച്ച് വീണ്ടും വരണം. അപ്പൊ നീ വെളിപ്പെടും, നീ കുറച്ച് ദിവസം മാറി നിൽക്കും, അപ്പൊ എനിക്ക് പൈസ വീഴും, കഴിഞ്ഞ് വീണ്ടും നിവൻ കയറി. ഇങ്ങനെയൊക്കെ പോകുന്നവരുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ കാണുന്ന പലതും ഇങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നവരല്ല പ്രതിസന്ധി ഉയർത്തുന്നത്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ളവർ വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുമ്പോൾ നാം ശ്രദ്ധിച്ച് കേൾക്കുവാൻ തയ്യാറാണ്. ആമേൻ. ഹല്ലേലൂയ.
വായിച്ചേ, ആ ഭാഗം വായിച്ചേ. അവിടെ ഇസ്രായേലിന്റെ ചരിത്രവും ദൂതന്മാരുടെ ചരിത്രവും വെച്ചിട്ടാണ് യൂദ സംസാരിക്കുന്നത്. വിശ്വസിക്കാത്തവരെ വീണ്ടും തകർത്തുകളെ, വിശ്വസിക്കാത്തൊരു കൂട്ടര്. അടുത്തത് വാഴ്ച കാത്തുകൊള്ളുന്ന ദൂതന്മാരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിനെ അംഗീകരിക്കാതെ, പിതാവിന്റെ വാഴ്ച അംഗീകരിക്കാതെ ഒരു കൂട്ടം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ അനുസരണം കെട്ട ദൂതന്മാരും അവിശ്വസിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളെ, ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചാക്കിയിട്ടാണ് ഇവിടെ യൂദ സഭയോട് സംസാരിക്കുന്നത്. ഈ രണ്ടു കൂട്ടരിലും, മനുഷ്യരിലും ദൂതന്മാരിലും ഉള്ള ഒരു തരം സ്വഭാവം എന്താണ്? നുഴഞ്ഞു കയറി ദൈവത്തിന് പദ്ധതിയുള്ളതിനെ തകർക്കുക. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആ പ്ലാനാണ് ഇന്ന് പലർക്കും സ്വതന്ത്രം വന്നുകൊണ്ടിരിക്കുന്നത്. വായിച്ചേ അടുത്തത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ, കണ്ടോ, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതന്മാർ എന്തൊക്കെ അവിടെ ചെയ്തു? അവർ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടു. അവർക്കൊരു ദൂതന്മാർക്ക് ദൈവം ഒരു വാസസ്ഥലം സ്വർഗത്തിൽ ഒരുക്കിയിരുന്നു. അത് വേണ്ട എന്ന് വെച്ചാൽ റിജക്ട് ചെയ്ത് അവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. അടുത്ത് എന്ത് ചെയ്തു? വാസസ്ഥലം വിട്ടു, സ്വർഗം വിട്ടിറങ്ങി. കാത്തുള്ള വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാ ദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ദൂതഗണങ്ങൾ അനുസരണക്കേട് കാണിച്ചവരെ ഭൂമിക്ക് കീഴിൽ ബന്ധിച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് ദിവസം കാണുമ്പോൾ അതിന്റെ അകത്ത് രണ്ട് പ്രധാനപ്പെട്ട ദൂതന്മാരെ അഴിച്ചുവിടുന്ന സമയത്ത് അവർ ഭൂമിയിൽ എങ്ങും പോയി യുദ്ധത്തിനായിട്ട് കൂട്ടിച്ചേർക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവർ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരുന്ന രണ്ട് ദൂതന്മാരെയാണ് അഴിച്ചുവിടുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഇവരെ അഴിച്ചുവിട്ട ഉടനെ എന്ത് സംഭവിച്ചു? ഭൂമിയിൽ മഹായുദ്ധം ഉണ്ടാകുകയാണ്. അപ്പോ ഈ ദൂതന്മാരെ അടങ്ങി നിന്ന് മനുഷ്യരിൽ പ്രവേശിച്ച് അവരിലുള്ള പ്രവേശിച്ച് യുദ്ധത്തിനായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത്. നിസ്സാര കാര്യമല്ല. അപ്പൊ വീണുപോയ ദൂതന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ രണ്ട് എന്താ പറയുന്നത്, കഴുകന്റെ പോലെ രണ്ട് ചിറകും വെച്ച് കൊക്കും വെച്ച് വരുന്നൊരു ജീവി അല്ലെന്ന് മനസ്സിലാക്കണം. അവരുടെ ഉള്ളിൽ വക്രതയും ദുഷ്ടതയും പതഞ്ഞു നിൽക്കുകയാണ്. അവനെ അഴിച്ചുവിട്ടാൽ, വീണുപോയവന്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഈ ശക്തി പ്രവേശിച്ചാൽ ഉഗ്രമായിട്ട് ഭൂമിയെ തകർത്തു കളയും. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടരായിരിക്കുന്ന ദൂതഗണങ്ങളെ ബന്ധിച്ചാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്നേക്ക് സ്തോത്രം. എന്നത്തേനാണ് ഇവരെ ആക്കി വെച്ചിരിക്കുന്നത്? മഹാവിധിക്കായിട്ട്, ന്യായവിധിക്കായിട്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. സ്തോത്രം. 7 വർഷത്തെ മഹോദരം കഴിഞ്ഞ് 1000 ആണ്ടും കഴിഞ്ഞ് അതിന്റെ ഒടുവിലാണ് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തോടുകൂടെ സകല മനുഷ്യരെയും ദൈവത്തിന്റെ നഗരമാകുന്ന പ്രിയ നഗരമാകുന്ന യെരൂശലേമിന് നേരെ സകല മനുഷ്യരും വീണ്ടും ഗോഗ് മാഗോഗ് എന്നുള്ളവർ കൂടി വന്ന് യുദ്ധം ചെയ്യുവാനായിട്ട് വരും. ആ വരുന്ന വരവിക്കലാണ് അവരെ സ്വർഗത്തിൽ നിന്ന് പിതാവ് സ്തോത്രം ഹല്ലേലൂയ തീയിറക്കി നശിപ്പിച്ചു കളയും. അപ്പോ അവരെ അതിലേക്ക് കൂട്ടിച്ചേർത്ത സ്തോത്രം ഈ ദൂതരെയും അവരോടുകൂടെ പാപത്തിന് വീട് കിടക്കുന്ന മനുഷ്യരെല്ലാം ഒരുപോലെ നിത്യ ഗന്ധം കത്തുന്ന തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്ന ഒരു നാളുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സകല ദുഷ്ടനെ ന്യായം വിധിക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് ഇന്ന് ദൈവസഭയുടെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോഴും വെളിപ്പെടുത്തുന്നത്. അപ്പൊ അവരുടെ കൂടെ പോകാം. സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിക്കുന്നവനോ സഭയത്ത് ഭിന്നത ഉണ്ടാക്കുന്നവനോ സഭയ്ക്കകത്ത് സ്തോത്രം ജാതീയ വർണ്ണവർഗത്തിന്റെ പേരിൽ വീണ്ടും ഭിന്നത ഉണ്ടാക്കുന്നവനല്ല. എവിടെ പോകാം? ഈ വീണ് പോയ ലൂസിഫറിന്റെ കൂടെ പോയി കിടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെയൊക്കെ വളരെ ശ്രദ്ധിക്കുമ്പോൾ ഒരു സ്തോത്രം പോലും പറയാൻ അറിയത്തില്ല. ചില തലമുറ വിശ്വാസത്തിൽ ജനിച്ചുകൊണ്ട് ചിലരൊക്കെ പുറകിൽ, ചില ചർച്ചകളുടെ പുറകിൽ ഇരുന്ന് നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യരാണ്, ആത്മീകരല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നല്ല മനുഷ്യരാണ്. നമ്മൾ എവരെങ്കിലും വിളിച്ച് അവർ കൂടെ വരും, എന്തെങ്കിലും സഹായം ഉണ്ട് അത് ചെയ്യും, എല്ലാം ചെയ്യും. പാവങ്ങളാണ്, പക്ഷെ പരിശുദ്ധാത്മാവില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ളവർ വരും. അവർക്ക് ഭക്തിയുടെ വേഷം
തരിക്കും അവര്. അതിന്റെ ശക്തി അവർ ത്യജിക്കും. ആമേൻ. തുടർന്ന് വായിച്ചേ. തുടർന്ന് വായിച്ചേ. സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ഉന്നതപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ പറയുന്നുണ്ട്. വേറെ മറ്റു പുസ്തകങ്ങളിൽ വായിച്ച ചരിത്രങ്ങൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം ഞാൻ ഈ വചനത്തിൽ നിന്ന് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ദൂതഗണങ്ങളെ കുറിച്ചും അനുസരണക്കേടിന്റെ ആത്മാവിനെ കുറിച്ചും ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അനുസരണക്കേടിന്റെ ആത്മാവ് ഇത് മനുഷ്യരിലാണ് വരുന്നത്. ഈ ആത്മാവ് നടത്തപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നാണ് അകന്നു മാറുന്നത് മനസ്സിലാക്കണം. സ്തോത്രം. അവിടെ വായിക്കുന്നത് 7-ാം വാക്യം, അതുപോലെ സോദോമും ഗോമോറയും. ഹല്ലേലൂയ. കണ്ടാൽ ഏദൻ തോട്ടം പോലെ ഇരിക്കുന്ന ദേശമായിരുന്നു സോദോമ്, അല്ലെ? ഏദൻ തോട്ടം പോലെ അത്ര മനോഹരമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത്ര മനോഹരമായിരുന്ന ഏദൻ പോലെ ഭംഗിയുള്ളതും ആയിരുന്ന ഒരു നഗരത്തെ ദൈവം മുടിച്ചു കളയുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ദൈവ പട്ടണങ്ങളെ മുടിച്ചു കളയുന്ന രംഗം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ആമേൻ. പട്ടണങ്ങളെ മുടിക്കും. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ സോദോമിനെ മുടിച്ചു. ഇതിന് കഴിഞ്ഞ കാലം ഈജിപ്തിനെ മുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ 12 രാജാക്കന്മാരുടെ രാജ്യത്വങ്ങളെ മുടിച്ചു. എരിഹോയൊക്കെ മുടിഞ്ഞു പോയി. അങ്ങനെ അതിനുശേഷം നമ്മൾ വരുമ്പോ പ്രവാസത്തിലേക്ക് ചെന്നു. പ്രവാസികളായി കിടക്കുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാണ്. അവിടെ ബാബിലോനെ മുടിക്കുകയാണ്, മീഡോ പേർഷ്യനെ മുടിക്കുകയാണ്. ഇങ്ങനെയുള്ള രാജാക്കന്മാർ ഓരോരുത്തരെയും രാജ്യങ്ങളെ മുടിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. അവൻ എന്നേക്ക് പുരോഹിതനായി വാഴുകയാണ്. അവൻ മധ്യസ്ഥ അണക്കുകയും തന്റെ ജനത്തിനു വേണ്ടി ഗുണകരമായി സംസാരിക്കുകയും ചെയ്യുന്ന പുണ്യാക രക്തമാണ് സ്വർഗമെന്ന നിലനിൽക്കുന്ന നഗരത്തിലുള്ളത്. നമ്മുടെ നഗരം ഏതാ? ഇവിടെ ഉള്ളതാണോ? തൊടുപുഴയാണോ വലിയ നഗരം? ആണോ? കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലുള്ള മറ്റേതെങ്കിലും നഗരം? ഈ നഗരങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മുടിഞ്ഞു തീരുക തന്നെ ചെയ്യും. മഹോദര മുമ്പിലുണ്ട്. എല്ലാം കുടഞ്ഞു കളയുന്ന നാൾ അടുത്തു വരികയാണ്. നമുക്ക് നിലനിൽക്കുന്ന ഒരു രാജ്യം സ്വർഗത്തിലേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം. പക്ഷേ വിശുദ്ധന്മാരുടെ വിരുദ് നശിപ്പിക്കുവാൻ പിശാചിന്റെ ഏജന്റുകൾ സഭയ്ക്കകത്ത് കടന്നുകൂടുന്നു. ഇതാണ് ഇന്ന് നമ്മൾ പ്രസംഗിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യം. ഹല്ലേലൂയ. സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങൾ എന്ത് സംഭവിച്ചു? അവിടെ വായിച്ചേ. ആർക്ക് സമമായി? സോദോമിനും ഗോമോറയ്ക്കും സമമായിട്ട്. സോദോമിനും ഗോമോറയ്ക്കും ചുറ്റുമുള്ള പട്ടണങ്ങൾ സോദോമിന്റെ ശൈലിയിൽ, സോദോമിന്റെ ജീവിത രീതിയിൽ, അതിന്റെ ഇടപാടുകൾ, അതിന്റെ സംസ്കാരത്തിലേക്ക് എത്തി. ഹല്ലേലൂയ. ആ സംസ്കാരത്തിലേക്ക് ചുറ്റുമുള്ള പട്ടണങ്ങൾ എത്തി. മനസ്സിലാക്കണം. പലതും ഉയരുമ്പോൾ, പല പട്ടണങ്ങളും പല നാമങ്ങളും പല പേരുകളും ഉയരുമ്പോൾ അത് ദൈവനാമത്തിനായിട്ട് ഉതകിയില്ലെങ്കിൽ മനസ്സിലാക്കണം, ചെന്നെത്തുന്നത് ന്യായവിധിക്കായിട്ടായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ നഗരവൽക്കരണവും നഗരങ്ങളിലേക്ക് ചെന്ന് കുടിയേറുകയും ചെയ്യുന്ന വ്യവസ്ഥകളൊക്കെ നന്മയ്ക്കും തിന്മയ്ക്കുമുണ്ട്. എന്നാൽ ചിലത് തിന്മയ്ക്കായിട്ട് ഭവിക്കും. ആമേൻ. ചില നഗരങ്ങൾ, സ്തോത്രം, ചില ദുർമാർഗങ്ങൾക്ക് പ്രശസ്തി ആർജിച്ചിരിക്കുന്ന പട്ടണങ്ങളുണ്ട്, ദേശങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അത് നല്ലപോലെ അറിയാം. ചില ദേശങ്ങൾ, ഞാൻ ഒരിക്കൽ മധ്യപ്രദേശിൽ പോയപ്പോ അവിടുന്ന് കണ്ട ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ എന്റെ കൂടെ വന്നവർ പറയും, ഇത് ഭയങ്കരമായ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ വരുന്ന ഒരു ചെറിയൊരു ടൗണാണ് ഞങ്ങൾ ചെന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം അതിന്റെ വഴിയിൽ കൂടെ ആളുകൾ നിൽപ്പുണ്ട്, ഒത്തിരി പേര് വഴിയിൽ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ആഭിചാര കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ പട്ടണത്തിൽ ചെന്നാൽ
അവരെ അവിടെ വിളിച്ചോണ്ട് പോയി. അവിടെ ഏറ്റവും പ്രബലനായിരിക്കുന്ന ഒത്തിരി മന്ത്രവാദികൾ ആഭിചാരം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ കൊണ്ടുചെന്നെത്തിക്കാൻ ഏജന്റുമാര് മെയിൻ ഹൈവേയിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ നമുക്കിവിടെ പ്രവർത്തനമുണ്ട്, അവിടെ ഒരു ശക്തമായ ഒരു പ്രവർത്തനമുണ്ട്, അവിടെ മുന്നേറുന്നുണ്ട്, അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദേശത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറ്റൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ വേശ്യാവൃത്തിക്ക് വളരെ ഫേമസ് ആയി കിടക്കുന്ന ഒരു പട്ടണമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ അവരുടെ ഏജന്റ് റോഡിലും റെയിൽവേ സ്റ്റേഷനിലും ഹൈവേയിലും എല്ലാം ഉണ്ട്. നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആൾ അടുത്ത് വന്ന് ചോദിക്കും എന്നതാ വേണ്ടതെന്ന്. മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള അശുദ്ധി നിറഞ്ഞ സ്വന്തം അശുദ്ധിക്ക് പ്രൗഢിയോടുകൂടെ പേര് കേട്ട നഗരങ്ങളും സംസ്കാരങ്ങളും ഉണ്ടെന്ന് ഓർക്കണം നമുക്ക് ചുറ്റും. എന്നാൽ അവിടെ ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടും. ഹല്ലേലൂയ. സന്ദർശനം വെളിപ്പെടും. സോദോമിലേക്ക് പോകണമെന്ന് ആരുടെ ആഗ്രഹമായിരുന്നു? ലോത്തിന്റെ ആഗ്രഹമായിരുന്നു. അവൻ അബ്രഹാമിന്റെ കൂടെ നിൽക്കുന്ന അത്ര സുഖമായിട്ടില്ല മുമ്പോട്ട് പോകുന്നത്. എന്താ കാരണം? ഒരു കാരണമുള്ളൂ. അവിടെ നേരത്തിന് ആരാധനയും പ്രാർത്ഥനയും ഉണ്ട്, ആത്മീയ വിഷയം സംസാരിക്കും. ഹല്ലേലൂയ. അവന് വേണ്ട കാര്യം സമൃദ്ധിയെല്ലാം ഉണ്ട്. പക്ഷെ അത് പോരാ. സോദോമിൽ ഇരിക്കുന്നത്, സോദോം കാണുമ്പോൾ ഹൃദയം വശീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അനേകർ സഭയ്ക്കകത്ത് പാപത്തിന്റെ വഴി പോകുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ഇതുപോലുള്ള വശീകരണമാണ് കാരണം. സോദോം കണ്ട് ലോത്ത് വശീകരിക്കപ്പെടുന്നത് പോലെ പാപ സ്വഭാവത്തിലേക്ക് അനേകരുടെ ഹൃദയം പോവുകയാണ്. കർത്താവിന്റെ രക്തം കൊണ്ട് വില കൊടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് വന്ന് രാഷ്ട്രീയ ചിന്താഗതി ഇതിന്റെ നടുവിൽ ഉടലെടുക്കണം. ഇതിന്റെ നടുവിൽ പല പാനലുകൾ വരണം. അവര് തമ്മിൽ സഭ ഭേദിച്ചിരുന്നു കൊണ്ട് തമ്മിൽ കുറ്റങ്ങളും ആരോപണങ്ങളും പറയുന്നതിൽ മടി കാണിക്കാതാകണം. സ്വന്തം നമ്മൾ വിശ്വാസികളുടെ അടുക്കൽ തെറ്റും കുറ്റവും പറയും, അവരെ തിരുത്തും. പക്ഷേ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണിക്കുന്ന ഭിന്നതകളും രാഷ്ട്രീയ വൈര്യങ്ങളെല്ലാം പ്രസിദ്ധമാണ്. അതൊരിക്കലും തെറ്റല്ല. കാര്യം ദൈവം ഞങ്ങളെ വേലയ്ക്ക് വിളിച്ചതാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന സ്വഭാവം, ഇതാണ് വീണുപോയ ദൂതന്മാരുടെ ഹൃദയത്തിലെ ഇരിപ്പ്. ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരല്ലേ, ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കണ്ടേ? ഞങ്ങൾ ദൈവത്തിന്റെ മുഖാമുഖം കണ്ട് അവനെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിവർത്തിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവിനാണ്. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും ഞങ്ങളെ എവിടെ ഇറക്കി വിടത്തില്ല. സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടത്തില്ല. കാര്യം ഞങ്ങൾ ദൂതന്മാരല്ലേ. നിന്നെ സദാ നിന്നെ മഹത്വപ്പെടുത്തേണ്ടവരല്ലേ. ഞങ്ങൾ പോയാൽ ആര് നിന്നെ സേവിക്കും? കണ്ടോ, അതാണ് പിടി. ഞങ്ങൾ പോയാൽ ആര് നിങ്ങളെ സേവിക്കും? ആര് കർത്താവെ നിന്നെ സേവിക്കും? അല്ലേ? അതൊരു വലിയ ചോദ്യം. അത് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചു പോകാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ഉന്നതപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി. കണ്ടോ, സ്വപ്നാവസ്ഥയിലായി. ഇത് പലപ്പോഴും പ്രസംഗിച്ച ഒരു വിഷയമാണ്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ അടുക്കലിരിക്കുന്ന ജനത്തിന് ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരെ സ്വന്തം പ്രവർത്തിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ സ്വപ്നാവസ്ഥയിലേക്ക് നടത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാമിന്റെ കൂടെ ലോത്ത് ഇരുന്നപ്പോൾ അവന്റെ മോഹങ്ങൾക്കൊത്തവണ്ണം നടക്കാൻ കഴിയത്തില്ല. കാര്യം പ്രാർത്ഥിക്കുന്ന അബ്രഹാം അവന്റെ പ്രവർത്തികൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുണ്ട്. അവന് ലക്ഷറിയോ അവന്റെ ഹൃദയത്തിൽ, അവന് ആഡംബരം അവന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാമിന്റെ ആഡംബരത്തിന് പരിധിയുണ്ട്. ഇവന്റെ ഹൃദയത്തിലെ ആഡംബരത്തിന് പരിധിയില്ല. അവന്റെ ആഡംബരം വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തക്കതായ സ്ഥലം സോദോമാണ്, ഗോമോറയാണ്. സോദോമിൽ ചെന്നാൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ചിരിക്കാം. അബ്രഹാമിന്റെ അടുത്ത് പറ്റത്തില്ല. അപ്പോൾ എന്തു വേണം? ദൂതന്മാർ ചിന്തിച്ചു, ഓക്കെ, നീ സിംഹാസനത്തിൽ ഇരിക്കുന്നെങ്കിൽ ഞങ്ങളും നിന്നെ പോലെ സിംഹാസനത്തിൽ ഇരുന്ന് ദൈവമെന്ന് കണ്ട് ഇരുന്നരുളും. കണ്ടോ, സ്വപ്നാവസ്ഥയിലായി. സ്തോത്രം.
ഹല്ലേലൂയ. അവിടെ ഒന്ന് നമുക്ക് വായിക്കുമ്പോൾ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേക്കാം. അങ്ങനെ തന്നെ ആ. ഇവരും സ്വപ്നാവസ്ഥയിലായി ആ. ജഡത്തെ മലിനമാക്കുക. കണ്ടോ, ജഡത്തെ മലിനമാക്കുക. അപ്പോൾ ഇത് ജഡത്തെ മലിനമാക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുക. എന്താ ഇത്? ആരെ കുറിച്ചാ പറഞ്ഞത്? എന്നേക്കും ചങ്ങലയിലിട്ട അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമയ ദുർഘടപ്പ് ആചരിച്ചു. അന്യജഡം ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. 8-ാം വാക്യം. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ രുചീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഈ ദൂതന്മാരിലും കാണുന്നു, സോദോമ്യരുടെ ഹൃദയത്തിലുമുണ്ട്. ഞാൻ പറയാം, ലോത്തിന്റെ ഹൃദയത്തിൽ ഇത് തന്നെ കിടന്നേ ആരംഭത്തില്. പിന്നീട് മാറ്റം വന്നു. എന്നാൽ ഇവിടെ ദൂതന്മാരുടെ കാര്യം പറയുമ്പോൾ അവർ മലിനമാക്കി എന്ന് അവിടെ പറഞ്ഞിരിക്കും അല്ലേ? ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക. അപ്പോൾ അതിന് കാരണം ഇതൊക്കെ കാണുന്നുണ്ടോ? സഭയ്ക്കകത്ത് നമ്മൾ ഒരു വിഷയം വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊരു ദൈവവേലക്കാരനല്ല, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് ചീറ്റിക്കൊണ്ട് ചാടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മഹിമകളെ ദൂഷിക്കുന്നവരാണ്. ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓ അങ്ങനെ ഇരിക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവരാണ് മഹിമകളെ ദുഷിക്കുന്നവർ. അടുത്തത് വായിച്ചോ. മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കുവാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മോശയുടെ ശരീരത്തെ കുറിച്ച് സംസാരം വന്നപ്പോൾ മീഖായേൽ പറഞ്ഞു ദൈവം നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴ്പ്പെട്ട് നിന്ന മീഖായേൽ ദൂതൻ പറഞ്ഞു ഹല്ലേലൂയ. അവിടെ പറയുന്നത് യഹോവ ദൈവം നിന്നെ ഫൽസിക്കട്ടെ, യഹോവ നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വന്തം നാമത്തിലും സ്വന്തം ശക്തിയിലും സ്വന്തം ആധിപത്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയെ ധിക്കരിച്ചുകൊണ്ട് സ്വന്തം നാമങ്ങൾ ഉയർത്തിയവരാണെന്ന് ഓർക്കണം വീണുപോയ ദൂതന്മാർ. സ്വന്തം നാമം, സ്വന്തം പദവികൾ, സ്വന്തം അധികാരങ്ങൾ ഉയർത്തി പ്രവർത്തിച്ചവരാണെന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ. അവൾ മഹിമകളെ ദൂഷിക്കുവാൻ ശങ്കിക്കുന്നില്ല. അപ്പോൾ സ്തോത്രം, ശങ്കിക്കാത്ത പലരും സഭയ്ക്കകത്തും പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധന്മാർ പൊതുവിൽ ഭയപ്പെടുന്ന വിഷയങ്ങൾ ഇങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ അതിനെ ദൂഷിക്കുകയും പഴിക്കുകയും അതിനെ വിടക്കം നിണ്ണുകയും ചെയ്യുന്നതില് യാതൊരു മനസാക്ഷി കുത്തില്ലാതെ മുമ്പോട്ട് പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവരെയാണ് ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മാവില്ലാത്തവർ, പ്രാകൃതർ, ഭിന്നതയുണ്ടാക്കുന്നവർ. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഈ ഭിന്നത ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ദൂതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വതന്ത്രം അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രസംഗം നടന്നിട്ടുണ്ടാകാം. നമ്മൾ പറയുന്ന ഒരു പുൽപ്പിറ്റിട്ടല്ല, ഒരു വലിയൊരു പ്രക്ഷോഭത്തിന്റെ അനുഭവങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. എങ്ങനെ? വാഴ്ച കാത്തുകൊള്ളുന്നവരുടെ ഇടയില് വാഴ്ച കാത്തുകൊള്ളാത്തവർ സ്വന്തം നാമത്തെ ഉയർത്തി, അതാണ് ദൈവസന്നിധിക്കെതിരെ ചെയ്ത വലിയ തെറ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു സംസാരം നടന്നിട്ടുണ്ട്, പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. വാഴ്ച കാത്തുകൊള്ളുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നിലനിൽക്കുമ്പോൾ അതിനെല്ലാം ദൂഷിക്കുവാൻ ശങ്കിക്കാത്തവരായിരുന്നു വാഴ്ച കാത്തുകൊള്ളാതെ ഇറങ്ങി വന്ന ലൂസിഫർ ഉൾപ്പെടെയുള്ള സകല ദൂതകളും. അപ്പോൾ സംസാരിക്കുവാൻ ശങ്കിക്കാത്തവരെ സൂക്ഷിക്കണം. വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ശങ്കിക്കാത്തവരെ സൂക്ഷിക്കണം. എന്തും പ്രവർത്തിക്കുന്നവരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
സ്തോത്രം. ചിലർ ഗൂഢമായിട്ട് സർപ്പതുല്യമായിട്ടിരിക്കും, അനങ്ങത്തില്ല. നിങ്ങളത് രാവിലെ പറയും ഇച്ചിരി പൊടിയെടുത്ത് ഇടുമ്പോഴാ സാധനം പൊങ്ങി നിൽക്കുന്നത്. ഇവിടെ കിട്ടി. അങ്ങനെയുള്ളവരുടെ അത് കൂടുതലാ. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുതലാ. മിണ്ടില്ല, പറയില്ല, അനങ്ങാതെ പതുങ്ങിക്കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴെങ്കിലും അവന്റെ കിടപ്പിനും സുഖത്തിനും ഈ ഇടർച്ച വരുമ്പോഴാണ് പത്തി പോക്കി ആടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ അവൻ ആടുന്നത്? ആട്ടം കാണിക്കാനല്ല, തന്റെ പ്രതിയോഗിയെ തീർക്കാൻ അവൻ ആടുന്നതിന്. അപ്പൊ ചിലത് നാവ് കൊണ്ട് ഇങ്ങനെ ആട്ടുന്നത് എന്തിനാണെന്നറിയാവോ? പ്രതിയോഗിയെ ഒരു നിമിഷത്തിൽ തീർക്കണം. ഹല്ലേലൂയ. അപ്പോൾ നാം വായിച്ച സോദോമും ഗോമോറയുടെയും ചരിത്രം നമ്മൾ വായിച്ചു. ദൂതഗണങ്ങളുടെ ചരിത്രം നമ്മളിപ്പോൾ കണ്ടു, അല്ലേ? അവിടെ കുറിച്ച് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം. അടുത്ത് വായിക്കുന്ന മോശയുടെ ശരീരത്തെ കുറിച്ച് പറഞ്ഞു. മോശയുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? 120 വയസ്സിൽ താൻ മരിച്ചു. തന്റെ 80 മുതൽ 120 വയസ്സുള്ള കാലഘട്ടത്തിൽ ദൈവത്തോടുകൂടെ മോശ നടന്നു. മോശയോടുകൂടെ ദൈവവും നടന്നു. അപ്പോൾ ദൈവത്തിന്റെ പർവ്വതമായ വിശുദ്ധ പർവ്വതത്തിൽ കയറി ചെന്നപ്പോൾ ദൈവത്തെ മുഖാമുഖം മോശ കണ്ടപ്പോൾ തേജസ്സുള്ളവനെ കണ്ടവന്റെ മുഖവും തേജസ്കരിക്കപ്പെടുന്ന അനുഭവത്തിൽ പ്രകാശിച്ചു. അവന്റെ ത്വക്ക് പ്രകാശിച്ചു. ആമേൻ. ഈ മണ്ണ് പ്രകാശിച്ചു വേണം മനസ്സിലാക്കാൻ. ഈ മൺശരീരം പ്രകാശിച്ചു. ആ പ്രകാശിച്ച ശരീരത്തിന്റെ പ്രത്യേകതകൾ 120 വയസ്സിൽ താൻ വാഗ്ദത്ത നാട് കടക്കുകയില്ലെന്ന് ദൈവം മോശയോട് പറഞ്ഞപ്പോൾ അവനെ കനാൻ നാട് അവനെ കാണിച്ചു കൊടുത്തു. അതുവരെയും അവൻ ചരിത്രം വായിക്കുന്ന കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും 120 വയസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ ചരിത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ശരീരത്തെ പൈശാചിക മണ്ഡലത്തിൽ കിട്ടണം. ഇതിനാണ് സാത്താൻ സ്വന്തം ദൈവത്തോട് മത്സരിക്കാൻ ഭൂമിയിൽ ഇടയായത്. അപ്പോഴാണ് മിഖായേൽ ദൈവത്തിന്റെ പ്രധാന ഗരൂപങ്ങളിൽ ഒരുവൻ സ്തോത്രം അവിടെ പറഞ്ഞത്, യഹോവ നിന്നെ ഭത്സിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധന്റെ ശരീരത്തെ സൂക്ഷിക്കുവാനും അതിന് ദൈവം തന്നെ മറവ് ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ശരീരത്തെ സൂക്ഷിക്കുവാൻ സ്വന്തം ഫലമേൽപ്പിക്കപ്പെട്ട മീഖായേൽ ദൂതൻ പറഞ്ഞു, യഹോവ നിന്നെ ഭത്സിക്കട്ടെ. അടുത്ത വാക്യം വായിച്ചേ. എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനർത്ഥം മീഖായേൽ അറിഞ്ഞതിനെ കുറിച്ച് തന്റെ അറിവിന്റെ വെളിച്ചത്തിൽ താൻ പറഞ്ഞു, യഹോവയാലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഈ ദൈവപ്രവൃത്തിക്കെതിരെ നിൽക്കുന്നവനെ നിന്നെ യഹോവ തന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അറിവില്ലാതെ കിടക്കുന്ന ദൂതഗണങ്ങളാണ് ശേഷം തള്ളപ്പെട്ട് കിടക്കുന്നത്. അവർക്ക് സ്വർഗം തന്നെ അവരുടെ ദർശനത്തിന്റെ തലങ്ങളെയും പരിജ്ഞാനത്തിന്റെ തലങ്ങളെയും സ്വന്തം വിവേകത്തിന്റെ തലങ്ങളെല്ലാം അടച്ചു കളഞ്ഞു. വിവേകമില്ലാത്ത ജീവികളെ പോലെ മൃഗങ്ങൾക്ക് തുല്യമായാണ് വീണുപോയ ദൂതഗണങ്ങളെ ദൈവത്തിനോട് വെളിപ്പെടുത്തുന്നത്. വായിച്ച വാക്യം. ദൂഷിക്കുന്നു. കണ്ടോ, അവിടെ വീണുപോയ ദൂതന്മാരെ കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്ന ബുദ്ധിയില്ലാത്ത മൃഗം, അല്ലേ? വിവേകമില്ലാത്ത മൃഗം, ബോധമില്ലാത്ത മൃഗം. ഇതുപോലെയാണ് വീണുപോയ ദൂതന്മാർ. അവർക്ക് ദൈവത്തിന്റെ മഹിമകളെ അറിയത്തില്ല. വാഴ്ച കാത്തു സൂക്ഷിച്ച മീഖായേൽ ദൈവസന്നിധിയും അവന്റെ കൽപ്പനയും ദൈവത്തിന്റെ പദ്ധതിയും ദൈവം അവന് വെളിപ്പെടുത്തുമ്പോൾ ആ പദ്ധതി കാണാതെ അറിയാതെ കേൾക്കാതെ ഗ്രഹിക്കാതിരിക്കുന്ന വീണുപോയ ദൂതഗണങ്ങൾ അവർക്ക് ബോധിച്ചതിനെ എല്ലാം ദൂഷിക്കാൻ തുടങ്ങി. മനസ്സിലാക്കണം, വെളിപ്പാടുള്ളവന്റെ നാവ് കടിഞ്ഞാനിടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ സ്വർഗത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചിട്ടുണ്ട്, സ്വർഗീയമായ പദ്ധതികളെ ഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഭക്തൻ ആ റൂട്ടിലാണ് നടക്കുന്നത്. ഇത് ഗ്രഹിക്കാത്തവൻ എന്ത് ചെയ്യുമെന്നറിയാവോ? അവനെ ദുഷിക്കുവാൻ തുടങ്ങും. സഭയ്ക്കകത്ത് ഈ വലിയ നാക്കിട്ടടിക്കുന്നവനൊന്നും ഒരു കൃപയും പ്രാപിക്കാത്തവനെന്ന് മനസ്സിലായ ഒന്നുമില്ല. ഇതുപോലെ മീഖായേലിന് വന്ന പ്രതിസന്ധി പോലെ കൃപ പ്രാപിച്ചവൻ എല്ലാം അറിയുന്നുണ്ട്. എന്നാൽ ഇരുന്ന് തെറ്റി ഒഴിഞ്ഞവൻ സംഘടനയ്ക്കകത്തിരുന്ന് കലക്കമുണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറഞ്ഞാലും മനസ്സിലാവില്ല, കേട്ടിട്ടില്ല. ചില പാസ്റ്റർമാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്തിനാ? അവർക്ക് ബോധം വരുവാൻ. ഞാൻ പറയട്ടെ, വീണുപോയ ദൂതന്മാരെ സ്വർഗത്തിൽ തിരിച്ചു കയറ്റിയിട്ടില്ലല്ലോ ഇതുവരെ തിരിച്ചു കയറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാ
ഒരുവൻ ഏതിൽ നിന്ന് വീണു നോർത്ത് മാനസാന്തരപ്പെട്ടവൻ ആദ്യത്തെ പ്രവൃത്തി, ഫലമുള്ള പ്രവൃത്തി ചെയ്യണം. അത് അവന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലാക്കണം. ചിലരിരുന്ന് ഇങ്ങനെ വാസ്റ്റ് ചെയ്ത് കണ്ടോണ്ട് ഉപസിക്കണം, സഭയുടെ മടങ്ങി വരവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊന്നും നടക്കുന്ന കേസല്ല. അവിടെ നീ സത്യവചനം പ്രസംഗിക്കുകയാണ് വേണ്ടത്. അവന്റെ ചെവി തുളഞ്ഞ് അവൻ കേൾക്കേണ്ടത് കേൾക്കണം ഈ ആയുസ്. അതിനാണ് ദൈവം ഓരോരുത്തരെ അഭിഷേകം ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം സത്യമായി ഏതൊരു പാപിയോടും പ്രസംഗിക്കാനുള്ള അധികാരം ദൈവത്തിന് വചനം നൽകുന്നുണ്ട്. അത് ഉപയോഗിക്കാതെ അത് കെട്ടുപോകുമാർ അടക്കി വെക്കുന്നവനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആരെയാ ഭയപ്പെടുന്നു? മനുഷ്യരെയാണോ? ഭൂമിയിലെ വ്യവസ്ഥകളെയാണോ? സംഘടനകളെയാണോ ഭയപ്പെടുന്നത്? ഭയപ്പെടരുത്. ദൈവത്തെ മാത്രം ഭയപ്പെടാവുള്ളൂ. അടുത്ത് വായിച്ചേ. അടുത്ത് വായിച്ചേ. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവരാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ, മുറിഞ്ഞു പോയി. വായിക്കേ 10-ാം വാക്യം. ഇവരോ 10-ാം വാക്യം. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. ഇവിടെ വായിക്കുന്നത് ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദൂഷിക്കുന്നു. അടുത്തത് ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അടുത്ത് അവർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ വലഞ്ഞു പോകുന്ന അനുഭവത്തിൽ കടന്നു പോകുന്നവരുണ്ട്. പാപം ചെയ്ത് വഴിതെറ്റി വഴി നഷ്ടമായി ദൈവത്തിന്റെ ആലോചനകളെ നിരസിച്ച് ഇരുട്ടിലും അന്ധതമസിലും ഇരിക്കുന്നവര് ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. അവരെ കുറിച്ച് പറയുന്ന അയ്യോ, അവർക്ക് അയ്യോ കഷ്ടം. അടുത്ത അവർ കയ്യിന്റെ വഴിയിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതേ വിഷയങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. സഭകൾക്ക് ദൂത് എഴുതുന്ന സമയത്ത് അവിടെ സഭകളിലെ ദൂതിന്റെ വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും ഇവിടെ വിഷയങ്ങൾ അവിടെ പ്രതിപാദിക്കുന്നു. ഈ ഭാഗം ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. അവിടെ വായിക്കുന്നത് അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ പ്രാകൃതന്മാർ, ഭിന്നതയുണ്ടാക്കുന്നവർ, ആത്മാവില്ലാത്തവരാണ്. ഈ പറഞ്ഞ കാറ്റഗറി ഈ 3 വിഷയത്തിൽ കടന്നു വരുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന എന്തൊക്കെയാണ്? സ്തോത്രം. അവിടെ കയ്യീനിന്റെ വഴിയിൽ നടക്കുന്നു. ഒന്ന്, കയ്യീനിന്റെ വഴിയിൽ നടക്കുകയും അടുത്തത് കൂലി കൊതിച്ചുകൊണ്ട് ബിലയാമിന്റെ വഞ്ചന. അപ്പൊ കയ്യീനുണ്ട്, ബിലയാമുണ്ട്. അടുത്തത് കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുന്നു. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? കയ്യീൻ എന്ത് ചെയ്തു? അവൻ യാഗമർപ്പിച്ചു, പ്രസാദിച്ചില്ല, അവിടെ തള്ളപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ദൈവത്തിന് പ്രസാദകരമായില്ല എന്ന് മനസാക്ഷി കുറ്റം വിധിക്കപ്പെട്ട ചിലർ സഭയ്ക്കകത്ത് കിടപ്പുണ്ട്. കയ്യിനെ പോലെ അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കാതെ, ദൈവം പ്രസാദിക്കാതെ തള്ളപ്പെട്ട് കിടക്കുന്നവർ, കയ്യീനിന്റെ റൂട്ടിൽ കിടക്കുന്നവർ അവിടെ ഉണ്ട്. അടുത്തത് കയ്യീനിന്റെ വഴിയിൽ നടക്കുകയും അടുത്തത് കൂലി കൊതിച്ച്, അടുത്തത് ബിലയാമിന്റെ വഞ്ചന. അപ്പൊ ഇവന്റെ ആരാധന സ്വീകരിച്ചിട്ടില്ല, ഇവന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന് ഇവന് മനസ്സിലായി. സഭയിലെ കാര്യം പറയുന്നു. അവരിൽ സഭയിൽ ചിലരുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. അവരടുത്തത് അവർ ചെയ്ത കാര്യം ബിലയാമിന്റെ വഞ്ചനയിൽ കണ്ട. ബിലയാം എന്ത് ചെയ്തു? അവർ ദൈവജനത്തെ ഇനി ശപിച്ച് അവരുടെ വഴി മുടക്കണം. മനസ്സിലാക്കണം. ഇവര് കയറി വരുന്ന വിധം ശ്രദ്ധിക്കണം. ഇവരുടെ ആരാധനയും ഇവരുടെ ജീവിതവും ദൈവത്തിന് പ്രസാദകരമല്ല. അടുത്തത് ദൈവത്തിന്റെ പ്രസാദം ഉള്ളവന്റെ വഴി അടയണം. ഇതിനാണ് ഇവര് പിന്നീട് പ്രവർത്തിക്കുന്നത്. അടുത്ത് എന്ത് ചെയ്യും? മറ്റൊരുവരെ എങ്ങനെ തകർക്കുവാൻ, എങ്ങനെ ദുഃഖിപ്പിക്കുവാൻ, ഭാരപ്പെടുത്തുവാൻ
വരും. വായിച്ചോ. ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ 2, 3 ഒന്നാമത്തെ കാര്യം, ഇവന്റെ ആരാധനയിൽ ഹാബേലിൽ പ്രസാദിച്ചു, കയ്യിൽ തള്ളപ്പെട്ടു. അടുത്തത് ഇവൻ ചെയ്യുന്ന ദൈവസഭയ്ക്കകത്ത് അവന്റെ ആരാധനയും ആത്മീകതയും ദൈവം സ്വീകരിക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത ചെയ്യുന്ന കാര്യമാണ് ദൈവകൃപയിൽ ഇരിക്കുന്നവനെ ശപിക്കുക, അവന്റെ വഴി അടയ്ക്കുക എന്നുള്ളത് ഈ പിശാചിന്റെ അടുത്ത അജണ്ടയാണ്. ഇതിന് ഉപയോഗിക്കുന്നത് സംഘടനയ്ക്കകത്തിരിക്കുന്ന മനുഷ്യരെ തന്നെയാണ്. ഇവരാരും പുറത്തുനിന്ന് വരുന്നവരല്ല. അടുത്തത് തങ്ങളെ തന്നെ കണ്ടോ, അവരെ ഏൽപ്പിക്കുകയാണ്, പാപം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കൃപയിലിരിക്കുന്നവൻ വീഴുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ചില സഭയ്ക്കകത്ത് ചെല്ലുമ്പോൾ ദൈവകൃപയിലും യഥാർത്ഥമായി ഭക്തിയോടെ ജീവിച്ച് ജയിച്ചു മുന്നേറുന്നവരെ കാണുമ്പോൾ സഭയ്ക്കകത്ത് അസൂയയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര അസൂയാണ്. ജയിച്ചു മുന്നേറുന്നവരെ കാണുമ്പോൾ അസൂയ. അടുത്തത് ഇവന്റെ നിരൂപണവും നോട്ടവും നിപ്പും സംസാരമെല്ലാം അവൻ എപ്പോൾ വീഴും, അവനെ എങ്ങനെ വീഴിക്കാം. കുറെ നാളെ എപ്പോ വീഴും നോക്കൊണ്ടിരിക്കും. വീഴുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വീഴിക്കാൻ നോക്കും. സഭയിൽ നടക്കുന്ന കാര്യമാണ് നിന്റെ കേൾക്കുന്ന ദൈവമക്കളെ. ഇങ്ങനെയുള്ള വഞ്ചകന്മാർ സഭയ്ക്കകത്തുണ്ട്. അടുത്തത് കോരഹിന്റെ മത്സരം. കാര്യം ഇവര് ഈ 3 ശ്രദ്ധിക്കണം. കയ്യിൽ പാപം ചെയ്തപ്പോൾ ആരും അറിഞ്ഞില്ല. അവൻ ഹാബേലിനെ കൊല്ലാൻ പുറകെ കൂടെ വന്ന് കൊന്നപ്പോഴേ അറിഞ്ഞുള്ളൂ. തർക്കിച്ചു വാദിച്ചു കൊന്നപ്പോഴേ അറിഞ്ഞുള്ളൂ. സൈലന്റ് ആയിരുന്നു. ബിലിയാമിന്റെ കേസ് ദൈവം ഇടപെട്ടു, മറ്റു ചിലരും കൂടെ വന്നു. ബിലിയാമാണ് സൈലന്റ് ആയിരുന്നെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുത്തു, സൈലന്റ് ആയിരുന്നു. പക്ഷെ കോരഹ് അങ്ങനെയല്ല, പ്രത്യക്ഷത്തിൽ കയറി വരിക ചെയ്തു. മോശയോട് നേരിട്ട് വാക്കുവാദത്തിൽ ഏർപ്പെട്ടു, നേരിട്ട് ശാഠ്യത്തിലേക്ക് ഏർപ്പെട്ടു. ശ്രദ്ധിക്കണം, കൃപയിലിരിക്കുന്ന മോശയെ വീഴിക്കാൻ, അവൻ ചെയ്ത പ്രവർത്തികളെ കുറ്റാരോപണമാക്കി തീർക്കാനാണ് എപ്പോഴും കോരഹിന് താല്പര്യം. ഹല്ലേലൂയ. കോരഹിന്റെ താല്പര്യം മുഴുവൻ അതായിരുന്നു. എങ്ങനെ ദൈവജനത്തെ ഇവരില്ലാതാകണം. ആരില്ലാതാകണം? ശ്രദ്ധിക്കണം, ഹാബേലിനെ ഇല്ലാതാക്കി. ഇസ്രായേൽ മക്കൾ ശപിക്കപ്പെടുക, രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞ നേതൃത്വത്തോട് മത്സരിച്ച് നേതൃത്വത്തെ അതിൽ നിന്ന് നീക്കിക്കളയണം. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ 3 സ്വഭാവവും സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവരിലുണ്ട്. ഈ 3 സ്വഭാവവും അവൻ സൈലന്റ് ആയിരിക്കും. അവൻ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് അവൻ ദൈവജനത്തിന് തടസ്സം വരുത്തുന്ന മറ്റൊരു കാലഘട്ടം. ഇത് രണ്ടും നടക്കാതെ വരുമ്പോൾ പ്രത്യക്ഷത്തിൽ എതിർക്കുന്ന കാലഘട്ടം. ഹല്ലേലൂയ. അപ്പൊ ചരിത്രം ആവർത്തിക്കുക തന്നെയാണ് സഭയ്ക്കകത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയരെ, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് പോരാടേണ്ടതിന്. എന്താ പോരാട്ടം എന്ന് മനസ്സിലായോ? മോശയ്ക്കുണ്ടായ പോരാട്ടം എന്തായിരുന്നു? അവന്റെ നേതൃത്വത്തിനെതിരെ സംസാരിച്ചപ്പോൾ അതിനെതിരെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അത് പോരാട്ടമായിരുന്നു. ദൈവജനം പലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ശപിക്കണമെന്ന് പറഞ്ഞ് ബാലാക്കാവുന്ന രാജാവ് ഒന്ന് സംസാരിച്ചപ്പോൾ അവരെ ശപിച്ച്, വചനം കൊണ്ട് തന്നെ വഴിമുടക്കുവാനായിട്ട് കയറി വന്നവർ ഇങ്ങനെയുള്ളവരുണ്ട്. കയ്യിൽ തിരുവെഴുത്തു കയ്യിലുണ്ട്, വായിന്ന് ശാപവാക്ക് വരുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ആ ടീംസ് ആണ്. ശ്രദ്ധിക്കണേ, വിശുദ്ധ വിശ്വാസം നീ സൂക്ഷിക്കണം. നിനക്ക് പോരാട്ടമുണ്ട്. ഈ പോരാട്ടം ഒന്നും പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. അടുത്ത് വായിച്ചേ. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. കണ്ടോ എങ്ങനെയാ കയ്യിൽ മറഞ്ഞു കിടക്കുന്നേ? ഒളിച്ചിരുന്ന് എങ്ങനെയാ ഹാബേലിനെ കൊല്ലാൻ പറ്റുന്നത്? മറഞ്ഞു കിടക്കണം. അടുത്തു വരുന്ന പലരുടെ ഹൃദയത്തിൽ, ഉള്ളത്തിൽ അവനെ കുലപാതക മനോഭാവത്തോടെ തീർക്കണം. അവന്റെ കുടുംബം തീർക്കണം, അവന്റെ ശുശ്രൂഷ തീർക്കണം, അവന്റെ ഭാവി തീർക്കണം. മനസ്സിലാവുന്നുണ്ടോ? മറഞ്ഞു കിടക്കുന്നവൻ. സ്തോത്രം. അവിടെ ശ്രദ്ധിക്കുന്ന പാറകൾ, സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. അടുത്തത് നിങ്ങളോട് കൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ കണ്ടോ? ഭയം കൂടാതെ
കൂടാതെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ദൈവസഭയ്ക്കകത്ത് വരികയും പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഒരു പേടിയുമില്ല. ദൈവദാസന്മാര് കിണങ്ങി ശ്രമിക്കും ഇവരെ ഒന്ന് പേടിപ്പിക്കാൻ, നടക്കുമോ? ഇല്ല. കാര്യം അങ്ങനെയുള്ളവൻ വരുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പേടിയില്ല, പേടിയില്ല, പേടിയില്ലാത്ത അവർക്ക് ഈ വചനം കേട്ടാലും പേടിയില്ല. ഓ വരട്ടെന്ന് പറയും. അപ്പൊ ഞാൻ പറയട്ടെ, ഈ വചനം എങ്ങനെയാണ് പോകുന്നത്? ഈ വചനപ്രകാരം മകനെ, പേടിയില്ലാത്തവനെ, നീ നരകത്തിൽ പോകും, വരട്ടെന്ന് പറയും. അടുത്ത് വന്ന് കർത്തൃമേശയ്ക്ക് കയ്യും നീട്ടും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. വായിച്ചേ. വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ഈ വെള്ളമില്ലാത്ത മേഘങ്ങളാണ് ഇതിന്റെ അകത്ത് ഒരു വലിയ വിഷയം. വെള്ളം ഉള്ളതല്ല, അതായത് ആത്മാവില്ലാത്തവരാണ് ഇവര്. വെള്ളമില്ലാത്ത മേഘങ്ങൾ സമം ആത്മാവില്ലാത്തവർ. ഹല്ലേലൂയ. അപ്പോൾ വെള്ളമില്ലാത്ത മേഘങ്ങളാണ് ഇവര്. ഇവരെന്ത് ചെയ്യുന്നു? വായിച്ചേ. ഒഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നക്ഷത്രങ്ങൾ. ദൂതന്മാർക്കാണ് ആ പദം വളരെ യോജിക്കുന്നത്. ദൂതന്മാർക്ക്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ഇങ്ങനെ ചില മനുഷ്യർ സഭയിലുണ്ട്. അത് ഞാൻ ഊന്നി പറയാം. സഭയ്ക്കകത്തുണ്ട് ഇങ്ങനെയുള്ളവരുണ്ട്. അവർ പുറത്തു വരരുത്, ഒരിക്കലും പുറത്തു വരരുത്. അവരെ പിടിക്കപ്പെടരുത്. അവരെ വിശുദ്ധന്മാർ വിവേചിക്കരുത്. സത്യം അറിഞ്ഞ് ആത്മാവിന്റെ ഐക്യതയോടെ വിശുദ്ധന്മാർ ഒരു കൂട്ടത്തിലേക്ക് വരരുത്. അതിനവർ കയ്യിനെ പോലെ ഇടപെടും, ബിലയാമിനെ പോലെ ഇടപെടും, സ്വോത്രം കോരഹിനെ പോലെ ഇടപെടും. ഈ 3 വിധത്തിലുള്ള ഇടപെടൽ കൊണ്ട് വിശുദ്ധന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും കലക്കുകയും ക്ലേശിപ്പിക്കുകയും പോരാട്ടത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നവർ സഭയ്ക്കകത്തുണ്ട്. അവർ ദൈവമക്കളല്ല. ഹല്ലേലൂയ. അവർ ദൈവമക്കൾ അല്ല. ആ ഭാഗം കൂടെ വായിച്ചേ. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിരൂപണങ്ങളും നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഇതാണ് ഹാനോക്കിന്റെ ഒരു പ്രവചനമാണ് ഇവിടെ പറയുന്നത്. ആമേൻ. ഇത് യൂദയുടെ ലേഖനത്തിൽ മാത്രമേ ഇതുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം. അവരെ അടുത്ത വാക്യം വായിക്കുന്നത് പ്രവചിച്ചു. അടുത്ത 16 വാക്യം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടന്ന് അവരുടെ വായു വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ടൈപ്പുകൾ, ഈ രീതിയിലുള്ളവർ, ആമേൻ, അവർക്ക് എപ്പോഴും അവരുടെ കുറവുകൾ ആവലാതി, അങ്ങനെയല്ല അവിടെ പറയുന്നത്, അവരുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരായി സ്വന്തം മോഹങ്ങളെ കുറിച്ച് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ വമ്പ് പറയുന്നു. അടുത്തത് കാര്യസാധന അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളോ പ്രിയരെ. കണ്ടോ, ആ കൂട്ടത്തിൽ നമ്മൾ പെടുന്നില്ല. ഇത് രക്ഷിക്കപ്പെടാത്തതിനെ കുറിച്ച് അല്ല പറയുന്നത്. ഇസ്രായേൽ മക്കളെ പോലെ മിസ്രൈം വിട്ട് ഇറങ്ങി വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്ന പെന്തക്കോസ്തുകാരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ അകത്താണ് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയിക്കണം.
ഇത് വ്യക്തമാക്കണം. ഇതിനാണ് ദൈവം ഓരോരുത്തരെ അഭിഷേകം ചെയ്താക്കി വെച്ചിരിക്കുന്നത്. ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തം ഇത് വെളിപ്പെടുത്തണം. വിശുദ്ധമായി ഇതിനെ സൂക്ഷിക്കുകയും വഴിതെറ്റിനെ മാറ്റി നിർത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നിന്റെ മേൽ വരുന്ന ന്യായവിധിയുടെ മുമ്പിലുണ്ടല്ലോ, നീ ഒഴിഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ. ചിലരെന്തിനാണ് ഈ പദ്ധതി വേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ചിലരിത് മിണ്ടത്തില്ല. ഒരു സഭയിൽ 6-7 വർഷം എങ്ങനെയാലും പിടിച്ചു നിൽക്കണം. എല്ലാവരുടെ ഭാവന നല്ലവരാന്ന് പറഞ്ഞു. നീ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം നിന്നെ കുറിച്ച് നല്ലതാന്ന് പറയുകയും സ്വർഗത്തിലെ ദൈവം ദുഷ്ടദാസനെ നമ്മൾ വിളിക്കുകയും ചെയ്ത് എങ്ങനെ ഇരിക്കും? ദുഷ്ടദാസൻ സകല മനുഷ്യരെ പ്രീതിപ്പെടുത്തി അവരെല്ലാം കൂട്ടി യോജിപ്പിച്ച് നീ നല്ല ഐക്യതയുടെ ഒരു മുദ്രയാണെന്ന് പറഞ്ഞ് നിന്നെ അംഗീകരിപ്പിച്ചു. പക്ഷെ നീ ദൈവജനത്തിന് മുമ്പിൽ ശൂന്യനും അനുസരണം കെട്ടവനുമാണെങ്കിൽ നിന്നെ ദുഷ്ടദാസൻ എന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും സഹോദര? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ കണ്ടോ, ഇത് ഓർപ്പിച്ചോണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ളവരുണ്ട്, അവരെ ഓർപ്പിച്ചോണ്ടേയിരിക്കണം. ഞാനൊരു കാര്യം പറയും, ഇങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സംസർഗം അകറ്റിക്കളഞ്ഞിരിക്കണം. അവർക്ക് ന്യായവിധി വരുന്നുണ്ട്. ആടുകളെ സൂക്ഷിക്കണം. ഇന്ന് പലയിടത്തും സത്യം പറയാൻ റെഡിയല്ലാതെ സ്തോത്രം രണ്ടിന്റെ മധ്യസ്ഥത വഹിക്കുന്ന ഒരു തലത്തിലേക്കാണ് അനേകർ പോയിക്കൊണ്ടിരിക്കുന്നത്. സഭകൾ ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീകർക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നേറുകയാണ്. തെറ്റ് ചെയ്തവനെ അഭിമുഖമായിട്ട് അവന്റെ പ്രവർത്തിക്ക് നേരെ പത്രോസ് കർത്താവിന്റെ ഏറ്റവും അടുത്ത് നിന്നൊരു ശിഷ്യനായിരുന്നു. സ്തോത്രം പ്രായമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ പൗലോസ് പത്രോസിൽ തെറ്റ് കണ്ടപ്പോൾ അഭിമുഖമായിട്ട് എതിർത്ത് നിന്നു. ഇന്ന് നീ എതിർത്ത് നിന്നാൽ നിനക്ക് വരുന്ന വിനയും നീ അനുഭവിക്കേണ്ടിയിരിക്കുന്ന പ്രതിസന്ധി എത്രയോളമായിരിക്കും. ഞാൻ പറയുന്നത് സംഭവിക്കുന്നു. ആ പൗലോസ് ഇന്ന് ജീവിച്ചിരുന്ന ഏതൊരു സംഘടനയ്ക്കകത്ത് ഇരുന്ന് പത്രോസിനെ ശാസിച്ചതെങ്കിൽ അവൻ പൊതുവായിട്ട് മാപ്പ് പറയണമെന്ന് പറയും, അല്ലേ? പൊതുവായിട്ട് മാപ്പ് പറഞ്ഞിട്ട് സഭയിൽ വന്നാൽ മതി എന്ന് പറയും, പ്രസംഗിച്ചാൽ മതി എന്ന് പറയും. നിനക്ക് അത് കേൾക്കണോ? ദൈവം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കണോ? ഏതു വേണം? ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം ഇത് തിരിച്ചറിയണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ മഹിമ നാം സൂക്ഷിക്കുവാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ ഇടയായി തരണം. 20-ാം വാക്യം വായിക്കുന്നു, നിങ്ങളോ പ്രിയമുള്ളവരെ സ്തോത്രം നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർത്ത വരുത്തിയും സ്തോത്രം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തുകൊണ്ടും ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. കണ്ടോ, ഞാൻ എന്നെ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. പൊതുസഭയിൽ ഈ വിധത്തിലുള്ളവരെ പുറത്താക്കണം. ഹല്ലേലൂയ. ഇന്ന് സഭ ആത്മീക കോളം പരാജയപ്പെട്ടത് ഈ വിധത്തിലുള്ള കൈന്മാര് സഭയിലെ നേതൃത്വത്തിലേക്ക് വന്നു. സ്തോത്രം. പേരുകൊണ്ട് പ്രവാചകനാണ്. ഹല്ലേലൂയ. ബിലയാം വന്ന് ദൈവജനത്തെ ശപിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവന് പൊന്നും പണവും കൊടുക്കുന്നോ അവർക്ക് വേണ്ടി വഴി ചെയ്യാനിരിക്കുന്ന സ്തോത്രം ഇതുപോലുള്ള സ്തോത്രം ബിലയാമുമാർ ഒത്തിരിയുണ്ട് സഭയ്ക്കകത്ത്. പണം കൊടുക്കുന്നിടത്ത്, അധികാരമുള്ളിടത്ത് ദൈവജനത്തെ ചവിട്ടി തേക്കുവാൻ ഒരു മനസാക്ഷി കൂത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. അടുത്തത് സ്തോത്രം കയ്യിനിന്റെ വഴിയിൽ ബിലയാമിന്റെ വഴിയിൽ കോരഹിന്റെ മത്സരത്തിൽ മോശെ പോലെ ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് അവന് ആരോപണങ്ങൾ കൊണ്ടുവന്ന് സഭയെല്ലാം ഇളക്കുന്നവനാണ് കോരഹെന്ന് മനസ്സിലാക്കിക്കോണം. ഭക്തന്മാർക്ക് നേരെയാണോ വീഴ്ച വരുന്നത്? വിശുദ്ധിയോട് നീ പ്രസംഗിച്ച പ്രസംഗ നിമിത്തമാണോ? നിന്റെ ആത്മീക വിശുദ്ധി നിമിത്തമാണോ? നിന്റെ പ്രസംഗ നിമിത്തവും നിന്റെ വിശുദ്ധി നിമിത്തവും വേർപാട് നിമിത്തവും വചനത്തിലെ സത്യങ്ങൾ നിമിത്തമാണോ നീ കഷ്ടം സഹിക്കുന്നത്? അത് മാത്രം ആ വിധത്തിലുള്ളവരുടെ വിഷയത്തിൽ മാത്രമാണ് ഈ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ബാധകമാകുന്നത്. നീ സംഘടനയ്ക്കകത്ത് കലഹമുണ്ടാക്കി, ഭിന്നതയുണ്ടാക്കി, വഴക്കുണ്ടാക്കി, അതെല്ലാം ആത്മീകമായിട്ട് ഏറ്റ കഷ്ടതയാണെന്ന് നീ വായ കൊണ്ട് പറയരുത്. ഹല്ലേലൂയ. സൂക്ഷിക്കണമേ. അതിവിശുദ്ധ വിശ്വാസം സൂക്ഷിച്ച് നീ മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗ്ഗം നിന്നെ ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവ് നിങ്ങളുടെ മേൽ ഇടപെടുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ സ്ഥാനം നിങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ
ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സോ നമുക്ക് കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സോ